ശ്രീ സദ്ഗുരുഭ്യോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. പരമപൂജ്യ സ്വാമി അവർക്കും പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുമുക്ഷുക്കൾക്കും സ്വാഗതം, സുസ്വാഗതം. ഇത് 29ാമത്തെ വർഷത്തെയാണ്. 1998 തുടങ്ങിയതല്ല, 29ാമത്തെ വർഷം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അക്ഷരമണമാലയെ കഴിഞ്ഞ തവണ തുടങ്ങി വെച്ചിരുന്നു. 14 ശ്ലോകം വരെ എക്സ്പ്ലെയിൻ ചെയ്തു. പോയി പോലെ എനിക്കും അരുളൈ തന്തന് അതാണ് ചെയ്തത്. കഴിഞ്ഞിട്ട് അടുത്ത പാരായണം ചെയ്ത് ഇരുവായ കരുണക്കടലിൽ അതുവരെ പാരായണം ചെയ്തു. അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ കഴിഞ്ഞൊരു വർഷം എനിക്ക് ഇവിടെ വരാനേ പറ്റില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്നുവെച്ചാൽ നീ ഒന്നും പോയില്ലെങ്കിലും കാര്യങ്ങൾ ഗംഭീരമായിട്ട് നടന്നോളുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എത്ര ദിവസം വേണ്ടി വന്നു മനസ്സിലാകാനായിട്ട്. പിന്നെ ഒരു ആഴ്ചത്തെ ഭാഗവത സപ്താഹം ഒരു വലിയ ഉത്സവമായിട്ട് തന്നെ അവിടെ നടക്കുകയായിരുന്നു. അതിനുശേഷം ഇതിന് കണ്ടിന്യൂറ്റി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നേരം സ്വാമി അത് അക്സെപ്റ്റ് ചെയ്തു. അതിന്ന് നമ്മൾ തുടരുകയാണ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ട് സ്വാമിയിലേക്ക് നമസ്കാരം. ഉപാസകാനാം യദുപാസനീയം ഉപാത്തവാസം വടശാഖിമൂലേ തദ്ധാമദാക്ഷിണ്യജുഷാ സ്വമൂർത്യാം ജാഗർത്തു ചിത്തേ മമ ബോധരൂപം അദ്രാക്ഷമക്ഷീണദയാനിധാനം ആചാര്യമാദ്യം വടമൂലഭാഗേ മൗനേന മന്ദസ്മിതഭൂഷിതേന മഹർഷിലോകസ്യ തമോനുദന്തം വിദ്രാവിതാശേഷതമോ ഗണേന മുദ്രാവിശേഷേണ മുഹുർമുനീനാം നിരസ്യമായാം ദയയാ വിധത്തെ ദേവോ മഹാൻ തത്വമസീതി ബോധം മമാദ്യദേവോ വടമൂലവാസീ കൃപാവിശേഷാത് കൃതസന്നിധാനഃ ഓംകാരരൂപാം ഉപദിശ്യ വിദ്യാം ആവിദ്യകധ്വാന്തമപാകരോതു ശ്രുത്യർത്ഥഗോചരം വന്ദേ വാച്യാർത്ഥാനാമഗോചരം ലക്ഷ്യാർത്ഥവപുഷം വന്ദേ ശങ്കരം ദേശികം ഗുരും അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. കരുണാപൂർണസുധാബ്ധേ കബളിതഘനവിശ്വരൂപ കിരണാവല്യാ അരുണാചലപരമാത്മൻ അരുണോ ഭവചിത്തകഞ്ജസുവികാസായ ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ഛിദ്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോः തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാം അവഗമ്യ സ്വം രൂപം ശാമ്യത്യരുണാചലത്വയി നദീവാബ്ധൗ ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം ധ്യായൻ പശ്യതി യോഗീ ദീധിതിം അരുണാചലത്വയി മഹീയം തേ ത്വയ്യർപ്പിതമനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ
യസ്മാജ്ജാതം ജഗത്സർവം യസ്മിന്നേവ പ്രലീയതേ നേദം ധാര്യതേ ചൈവ തസ്മൈ ജ്ഞാനാത്മനേ നമഃ. அருணாச்சலவரர்க்கேற்ற அக்ஷரமணமாலை சாற்ற கருணாகர கணபதியே கரமருளிக் காப்பாயே. அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம். தருணாக அருணமணிகிரணாவலிநிகர் தரும் அக்ஷரமணமகிழ்மாலை தெருநாடிய திரு அடியார் தெருமரல் தெளிய பரபுதல் பொருளாக கருணாகரமுனி ரமணாரியன் உவகைனார் சொல்லியது கதியாக அருணாச்சலம் என அகமே அறிவுடும் ஆழ்வார் சிவனுலகாழ்வாரே. കഴിഞ്ഞ 2 വർഷമായിട്ട് അക്ഷരമണമാല പറഞ്ഞു വരികയാണോ അല്ല കഴിഞ്ഞ വർഷം 1 വർഷം ഭഗവത്ഗീത 18 അധ്യായം കഴിഞ്ഞ് അക്ഷരമണമാല തുടങ്ങി 1 വർഷത്തിൽ 16 ശ്ലോകം വരെ വന്നിട്ടുണ്ട്. ഈ മട്ടാഞ്ചേരിയിൽ 25 വർഷം ആയി. 29 29 വർഷമായി. 29 വർഷമായി നടന്നു വരുന്നു. ആദ്യത്തെ ദിവസം സൂര്യമാമ വിളിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫോണിൽ. അപ്പം അതൊരു ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ സരളമായി നടന്നു വന്നതാണ് ഇവിടെ. നമ്മൾ ആരുമില്ലെങ്കിലും ഇവിടെ എല്ലാമും നടക്കും. എന്നാലും ചില കാര്യങ്ങൾക്ക് ചില ആളുകൾ വേണം ഇവിടെ, എന്നാലേ നടക്കുകയുള്ളൂ. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, നിன்றாൽ നടക്കും നടന്നാൽ നിൽക്കും. മനസ്സിലായോ? വയലത്ത് പാടത്ത് ഒരാൾ കുടയും പിടിച്ച് നിൽക്കും. അയാൾ നിന്നാൽ പണി നടക്കും, അയാൾ നടന്നാൽ പണി നിൽക്കും. അതാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടില്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭംഗിയായിട്ട് നടന്നു. அருணாச்சல அக்ஷரமணமாலை ഭഗവാൻ രമണ മഹർഷി അരുണാചലേശ്വരൻ്റെ അടുത്തുള്ള തൻ്റെ ആഴ്ന്ന ഭാവബന്ധം അതിനെക്കുറിച്ച് എഴുതിയതാണ്. വിവേകാനന്ദ സ്വാമികൾ ഒരു ശിവസ്തോത്രം എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ മനോഹരമായൊരു പദം, ഒരു വാക്യം വരും. മമ ഭവതു ഭവേസ്മിൻ ഭാസുരോ ഭാവബന്ധഃ. എനിക്ക് പരമേശ്വരൻ്റെ അടുത്ത് ഭാസുരമായൊരു ഭാവബന്ധം ഉണ്ടാവട്ടെ. ആ ഭാവബന്ധം ഭഗവാന് അരുണാചലത്തിനോടുണ്ടായിരുന്ന ഒരു അതീവ ശുഭ്രമായ ഒരു ഭാവബന്ധം, രഹസ്യമായ ഭാവബന്ധം. സംസ്കാരവശാൽ ചിലർക്ക് വിഷ്ണുഭക്തിയും ചിലരിൽ ശിവഭക്തിയും
ചിലരിൽ ദേവീ ഭക്തിയൊക്കെ സംസ്കാരവശാൽ വരും. എത്രയോ ജന്മങ്ങളിൽ ചെയ്ത ഉപാസനാ സംസ്കാരമൊക്കെ കൂടെ അവരുടെ ചരമശരീരത്തിൽ ഒരു ഭാവബലമായിട്ട് വന്ന് ജ്ഞാനത്തിന് കാരണമായിട്ട് തീരണം. അതാണ് ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്ത് ഇരുത്തൽ എന്ന് പറയുന്നത്. ഭാവബലം വേണം. ഭാവബലം കൊണ്ടാണ് വൈരാഗ്യവും മനസ്സിന് ഏകാഗ്രതയും ഉണ്ടാവുന്നത്. മറ്റു വിഷയങ്ങളിലൊന്നും മനസ്സ് ചെതറിപ്പോവാതെ ഭഗവാന്റെ രൂപത്തിലോ ഭഗവാന്റെ നാമത്തിലോ ഭഗവത് ഭാവത്തിലോ മനസ്സ് ഏകാഗ്രമായിട്ട് തീരുന്നത് ഭാവബലം കൊണ്ടാണ്. അങ്ങനെ ഭഗവാൻ രമണ മഹർഷിയിൽ അരുണാചലത്തിൻ്റെ അടുത്തുള്ള ഭക്തി ഏകഭക്തി, ഒരു ചെതറലുമില്ല. അത് ശിവഭക്തി എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ശിവഭക്തി എന്ന് വെച്ചാൽ പിന്നെ ചിദംബരം, തിരുവാരൂർ, കാശി എല്ലാം പോകണം തോന്നാലോ. ഒന്നുമില്ല, അരുണാചലം കഴിഞ്ഞു. ആ ഒരു ഭാവബലം ജ്ഞാനത്തിന് കാരണമായി ജ്ഞാനസ്ഥിതനാണ് ഭഗവാൻ. എങ്കിലും ആ ഭാവഭക്തി ഭഗവാനെ എക്സ്പ്രസ് ചെയ്ത് തീർത്തു. അതാണ് ഈ സ്തുതി പഞ്ചകം. തനിക്ക് സാക്ഷാത്കാരത്തിന് കാരണമായിട്ട് തീർന്ന അരുണാചല ഭാവം, അരുണാചലം എന്ന ഗുരു. എല്ലാവർക്കും ഗുരു വേണം. ഗുരു ഇല്ലെങ്കിൽ അനാഥ പോലെ ആയി പോകുമല്ലോ. അക്ഷരമണമാലയിൽ പല പാട്ടിലും ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ഗുരുവായിട്ട് പ്രകാശിക്കൂ, എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട്. തോന്നുന്നു ജ്ഞാനത്തിൽ അധ്യാത്മമായി വളരെ ഉയരുന്തോറും നമ്മൾ കുട്ടികളായിട്ട് മാറും. പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന. കുട്ടികളായ എന്താവും? എന്താവും? എന്താ മനസ്വിനി? ചെറിയ കുട്ടികളായ എന്താവും? കുട്ടികൾക്ക് എന്ത് ശാന്തി, മറ്റുള്ളവർക്ക് ശാന്തി ഉണ്ടാവില്ലേ? കുട്ടികളായ എന്താവും? കുട്ടികൾക്ക് അമ്മയും അച്ഛനും ഒക്കെ വേണം. അതാണ് ചെറിയ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് അമ്മയും അച്ഛനും ഒക്കെ വേണം. അപ്പോൾ സർവസംഘ പരിത്യാഗിയായ സന്യാസിക്ക് എവിടെ അച്ഛൻ, എവിടെ അമ്മ? എല്ലാം അരുണാചല ശിവനാണ്. അമ്മയും അപ്പനും. തിരുനാവുക്കരശു സ്വാമിയുടെ ഒരു പാട്ടിൽ പറയേണ്ട, പാട്ട് മുഴുവൻ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അമ്മയും അപ്പനും അണ്ണനും തമ്പിയും പൊരുളും മാമനും മാമിയും. ഇനിയൊരു ലിസ്റ്റ് റിലേഷൻഷിപ്പ് പറയാനില്ല. പരമേശ്വരനോട് പറയാണ്, എനിക്ക് അമ്മയും അച്ഛനും, എനിക്ക് ദ്രവ്യം സ്വത്തും, അണ്ണനും തമ്പിയും മാമനും മാമിയും, ഇങ്ങനെ വരിശയായിട്ട് ഇങ്ങനെ പോവാണ്. ഇതൊക്കെ പരമേശ്വരനിൽ ആരോപണം ചെയ്യാൻ. എന്നുവെച്ചാൽ അതൊക്കെ ഒരു പേര് പറയണു, നമ്മുടെ ഒരു കണക്ഷൻ, നല്ല പരിശുദ്ധമായ ഭാവം. അങ്ങനെ ഭഗവാന് അരുണാചലേശ്വരൻ്റെ അടുത്ത്, എന്താണ് അരുണാചലം ഭഗവാന്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മലയാണോ? അത് മലയാണ്. പക്ഷെ മലയാണോ? അല്ല, ആത്മാവാണ്. ശരിക്കും മഹർഷിക്ക് തിരുവണ്ണാമലയിൽ വരേണ്ട പേര് അത് എന്താന്നേ അറിയില്ല. അടുത്ത് വരുമ്പോഴാണ് അരുഗുരു മമയമിത് അചലമാക്കണ്ടേന്ന്. ഇവിടെ വരുമ്പോഴാണ് ഇതൊരു മലയാണെന്ന് അറിഞ്ഞത്.
അല്ലെങ്കിൽ അരുണാചലം എന്നുള്ള നാമം കൊണ്ട് കുറിക്കപ്പെടുന്നത് എല്ലാമുമാണ്. അമ്മയുമാണ്, അച്ഛനുമാണ്, ബന്ധുവുമാണ്, ഗുരുവുമാണ്, സർവസ്വമാണ്. പിതാഹമസ്യ ജഗത മാതാ ധാത പിതാമഹ എല്ലാം ഗീതയിലുണ്ടല്ലോ. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, പിതാമഹൻ, എല്ലാമും. വേദ്യം പവിത്രമോങ്കാര ഋക്സാമ യജുരേവച ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസശരണം സുഹൃത്ത്. ഫ്രണ്ടാണ്, എല്ലാം ഭഗവാനാണ്. അപ്പോൾ ആ വിധത്തിൽ അരുണാചലം എന്നുള്ള നാമം കൊണ്ട് കുറിക്കപ്പെടുന്ന വസ്തു ഈശ്വര തത്വം. അത്രേ അറിയുള്ളൂ. നമുക്കൊക്കെ ഉണ്ടാവും ആ ഒരു ഭാവസ്ഥിതി, എന്തെങ്കിലുമൊക്കെ ഒരു അലൗകിക ഭാവം. ഇപ്പം നിങ്ങളൊക്കെ വന്നിരിക്കുന്നതൊക്കെ തന്നെ ആ ഭാവം കൊണ്ടാണ്. എന്തോ ഒന്ന് അറിഞ്ഞോ അറിഞ്ഞില്ലയോ, എന്തോ ഒന്ന് ഭഗവാൻ, ബ്രഹ്മം, ഗുരു, ഒരു അലൗകികമായ തത്വം, അനിർവചനീയമായ എന്തോ ഒരു അനുഭൂതി. ആ അനുഭൂതിയെ കുറിക്കുന്ന ഒരു പേരാണ് നമ്മൾ എന്തെങ്കിലും പേര്, ശിവനെന്നോ വിഷ്ണുവെന്നോ അരുണാചലം. ഭഗവാൻ അത് അരുണാചലം എന്നുള്ള ആ നാമമായി. അപ്പം ആ നാമം കൊണ്ട് കുറിക്കുന്ന ആ ഗുരുതത്വം, അതിനോട് തനിക്കുണ്ടായിരുന്ന അപരിമിതമായ ഭക്തി, പ്രിയം, അതിൻ്റെ എക്സ്പ്രഷനാണ് അക്ഷരമണമാല. ഈ അക്ഷരമണമാല എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ധാരാളം പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രത്യേക രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഭക്തിയാണ്, പക്ഷെ ഗൂഢമായി ചകഞ്ഞു നോക്കിയാൽ ജ്ഞാനമാണ്, വളരെ ഉയർന്ന ജ്ഞാനമാണ്. ഇത് രണ്ടും ഈ പാട്ടുകളിൽ ഉണ്ട്. ഈശ്വരൻ്റെ അടുത്തുള്ള ആകർഷണം, അലൗകികമായ ആകർഷണം. ഒരു ഇരുമ്പിന്, ഒരു ആണിക്ക് കാന്തത്തിൻ്റെ അടുത്തുണ്ടാവുന്ന ആകർഷണം പോലെ. ഇതാണ് ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു, അയസ്കാന്തോപലം സൂചിക. ഒരു ഇരുമ്പ് കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പിന് ഉണ്ടാവുന്ന ആകർഷണം. ഇരുമ്പ് സ്വതന്ത്രമേ അല്ല, കാന്തത്തിൻ്റെ വലയത്തിൽ പെട്ടിരിക്കുകയാണ്. അതുപോലെ ഈശ്വരൻ്റെ കൃപാശക്തിയിൽ പെട്ടിട്ടുള്ള ആ ആകർഷണം, ആ ആകർഷണത്തിന് എന്തെങ്കിലും തടസ്സം വന്നാൽ ഇരുമ്പ് കാന്തത്തിന് നേരെ ചലിക്കില്ല. ഇതുപോലെയാണ് നമ്മളുടെ അധ്യാത്മ സാധനയും. നമുക്കും ഭഗവാനും നടുക്ക് മനസ്സ് കുറുകെ വന്നു കഴിയുമ്പോൾ കുറച്ചു കാലത്തേക്ക് ഒന്നും നടക്കണില്ല. ജപം ചെയ്യാൻ പറ്റണില്ല, ധ്യാനം ചെയ്യാൻ പറ്റണില്ല, ആ ഒരു ഉത്സാഹമില്ല, ഒക്കെ തോന്നും. ഇതെല്ലാവർക്കും ഇത്തരം അവസ്ഥകളൊക്കെ കടന്നു തന്നെ പോകണം. അപ്പോൾ അത്തരം അവസ്ഥകളൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും? ആ ഈശ്വരൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് കരഞ്ഞ് എന്നെ വിട്ടുകളയരുത് എന്ന് പറഞ്ഞ് ആ ശക്തിയുടെ തന്നെ കൃപയ്ക്ക് പാത്രമാവുകയാണ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യമുള്ള പാട്ട്. കാന്തം ഇരുമ്പ് പോൽ കവർന്ന്, കവർന്ന് എന്ന് വെച്ചാൽ കംപ്ലീറ്റായിട്ട് പിടിച്ചിട്ട് എന്നെ വിടാമൽ എന്ന് വെച്ചാൽ ഞാൻ കൊതറും. അതാണ് എൻ്റെ സ്വഭാവം. ഈ ജീവന്റെ സ്വഭാവം തന്നെ ഈശ്വരനിൽ നിന്ന് ഓടിപ്പോവലാണ്. നോട്ട് മൂവിങ് ടുവേർഡ്സ് ഗോഡ്, ബട്ട് സംഹൗ ട്രൈ ടു എസ്കേപ്പ് ഫ്രം ഗോഡ്. ദാറ്റ് ഈസ് ദ വെരി നേച്ചർ ഓഫ് ദ ജീവ. ഈ ആണിയും ഇരുമ്പും ഉള്ള സ്ഥലത്തും ഇരുമ്പിൻ്റെ ജോലി എന്താ? ഇരുമ്പ് കാന്തത്താൽ ആകർഷിക്കപ്പെടുന്നു. ഇറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ്. വാട്ട് ഈസ് ദ പാർട്ട് ദാറ്റ് ദ അയൺ പ്ലേസ്? കേട്ടത് മിണ്ടാൻ പാടില്ല. അഹങ്കാരമാണ് അത് പറയണത്.
കേൾക്കാത്തവരെ പറയാൻ വിടണം. അല്ലെങ്കിൽ സത്സംഗം കേടുവന്നു പോകും. കേട്ടവർ വലിയ ആള് കളിച്ചാൽ കേൾക്കാത്തവർ പറയണം. അത് ഒറിജിനലായിട്ട് വരണം. വന്നിട്ടില്ലെങ്കിൽ മിണ്ടരുത്. നേരിട്ട് മുമ്പുള്ള അറിവുണ്ടെങ്കിൽ വായി തുറക്കാൻ പാടില്ല. തുറക്കേണ്ട സ്ഥലത്ത് തുറക്കും വേണം. Did you hear this? No. What is the iron doing? Is the iron doing something when it is getting attracted by the magnet? Scientifically, the iron is doing only one thing, that is resistance. Not in any way helping itself to go near the magnet. ഈ ഇരുമ്പ് കാന്തത്തിനടുത്ത് പോവാൻ ഒന്നും ഉദ്യമിക്കണില്ലെന്ന് മാത്രമല്ല, കാന്തത്തിനടുത്ത് പോവാനുള്ള കാന്തത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ സാധനയൊക്കെ ഇതൊക്കെ തന്നെ റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കണം. പ്രതിബന്ധ നിവൃത്തി, അതാണ് വേദാന്തത്തിൽ പറയുക. അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ, അതിൻ്റെ നേച്ചർ തന്നെ ടു റൺ എവേ, ഓടിപ്പോവാനാണ് ഭക്തി വിഷയത്തിൽ നിന്ന്. കാരണം നമുക്ക് അനേക ആകർഷണങ്ങളുണ്ട്, അനേക വിഷയങ്ങളുണ്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാലൊന്നും ആ ബലത്തിലേക്ക് പോകാനൊക്കില്ല. പ്രതിബന്ധം, റെസിസ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസ് പോയി കഴിയുമ്പോൾ ആ ആകർഷണ വലയത്തിൻ്റെ ഉള്ളിൽ ഈ ജീവൻ പെടും. നമ്മൾ ചെയ്യുന്ന സാധനമൊക്കെ ഈ റെസിസ്റ്റൻസിനെ എടുക്കുകയാണ്. കഴിയുന്നതും നമ്മളുടെ മൈൻഡിനെ, മനസ്സിനെ ശാന്തമാക്കി നിശ്ചലമാക്കുക. എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉദ്യമങ്ങളൊക്കെ റെസിസ്റ്റൻസാണ്, അതിൻ്റെ ചലനമൊക്കെ റെസിസ്റ്റൻസാണ്. അത് എത്ര കണ്ട് അടങ്ങിയിരിക്കണോ. നിസർഗദത്ത മഹാരാജ് എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ടായിരുന്നു ബോംബെയിൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് സാധന ഷുഡ് ഐ ഡു? അദ്ദേഹം പറഞ്ഞു, ദ സാധന ദാറ്റ് യു ഡിഡ് ഇൻ ദ വൂംബ് ഓഫ് യുവർ മദർ, ദാറ്റ് ഈസ് കീപ്പിംഗ് ക്വയറ്റ്. നത്തിങ് ക്യാൻ ബി ഡൺ. നോട്ട് റെസിസ്റ്റിംഗ്, നോട്ട് റിയാക്ടിങ്. പുറത്തിറങ്ങിയതും തുടങ്ങിയില്ലേ ഇല്ലേ? അപ്പോൾ അതുപോലെ ഈ മഹാശക്തിയുടെ ആകർഷണത്തിൽ, അതിൻ്റെ സ്രോതസ്സിൽപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്നുള്ള അഭിമാനം പ്രതിബന്ധമാവാതെ നോക്കുക. ഇതിനാണ് മഹർഷി ഞാൻ എന്നുള്ളത് എവിടുന്ന് ഉദിക്കണമെന്ന് നോക്കൂ. ഞാൻ എന്താണെന്ന് വിചാരം ചെയ്യും. അപ്പം കാണാം, ഈ ഞാൻ എന്നുള്ള അഭിമാനം, ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ അല്ലേ? തോന്നായിക വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ തോന്നുമ്പോൾ അതെന്താണ് എന്ന് ആരാഞ്ഞു നോക്കാം, അന്വേഷിച്ചു നോക്കാം. എന്താണ് ഈ ഞാൻ എന്ന ഭാവം, ഞാൻ എന്നുള്ള തോട്ട്, ഐ തോട്ട്. വാട്ട് ഈസ് ദിസ് ഐ തോട്ട്? വാട്ട് ഈസ് ദിസ് വിച്ച് ഈസ് പൾസേറ്റിംഗ് വിത്തിൻ മീ ആസ് ഐ? You are inquiring into this, focusing your attention on that. Apo you see that the I thought, the ego, it vanishes in the source. Then you find the grace, the current of grace is already there. ഈശ്വരൻ്റെ കൃപയുടെ സ്രോതസ് ഒഴുക്കവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ന് പറഞ്ഞ് കയറി ഇരുന്നിട്ടാണ് തടസ്സം ഉണ്ടാക്കുന്നത്. ആ അഭിമാനം അങ്ങോട്ട് മാറ്റി നിർത്തി കളയുമ്പോൾ, അതാണ് പറയുന്നത്, ശരണാഗതി ചെയ്താൽ ഭഗവാന്റെ കയ്യിൽ നമ്മളൊരു കളിപ്പാട്ടാണ്. അത് എവിടെ കൊണ്ട് ചെന്നെത്തണോ എത്തിക്കൊള്ളും. അതൊരു വശത്ത്. മറ്റൊരു വശത്തിൽ പറഞ്ഞാൽ, ഇവിടെ ഈ ഇരുമ്പ് പ്രാർത്ഥിക്കുകയാണ്, കാന്തം ആകർഷിക്കുന്ന പോലെ, ഹേ അരുണാചലേശ്വര എന്നെ ആകർഷിക്കും. നോക്കൂ, കൃപ എന്ന് പറയണമല്ലോ. കൃപ എന്താ അറിയോ? നിങ്ങളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സത്സംഗത്തിൽ എന്തെങ്കിലും കേൾക്കണോ, ഉള്ളിൽ കോരി ധരിച്ച് ഉള്ളിൽ വന്നിരിക്കണം, അത് കൃപയാണ്. ഒരു അമ്പലം കാണുമ്പോൾ നിന്ന് തൊഴാൻ തോന്നും, അത് കൃപയാണ്.
The spiritual attraction is grace in any form. ഒരു ഭാഗവത പുസ്തകം ഒരിടത്ത് കണ്ടു, അത് വേണം. ഈ വൈഷ്ണവ ആചാര്യന്മാരൊക്കെ പറയണ്ടേ, ലിംഗാനി വിഷ്ണോഹോ, അതായത് ഒരു ജപമാല കണ്ട ഒരു ആകർഷണം, ഒരു നാമം ഇട്ടിരിക്കുന്നത് കണ്ട ആകർഷണം, അല്ലെങ്കിൽ ഒരു ഭസ്മം കണ്ട ആകർഷണം, സന്യാസിയെ കണ്ട ആകർഷണം, ഒരു അമ്പലത്തിൻ്റെ ഗോപുരം കണ്ട ആകർഷണം, ഇതൊക്കെ ഭഗവാന്റെ കൃപ. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സിമ്പിൾസാണ്. ഈ സിമ്പിൾ കൊണ്ട് കുറിക്കപ്പെടുന്നതായ ആ ട്രാൻസെൻഡൻ്റൽ അലൗകികം, ആ അലൗകിക മണ്ഡലം നമ്മളെ വിളിക്കുകയാണ് ഉള്ളിൽ. കാന്തം ഇരുമ്പിനെ വിളിക്കലാണത്. അതാണ് കാന്തം ഇരുമ്പ് പോൽ. പക്ഷേ ആ വിളിക്കൽ പലപ്പോഴും നമ്മൾക്ക് പലരും പറയും ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, കേൾക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, ജോലി തിരക്ക്, അത് ഇതൊക്കെ പറയും അല്ലേ. ഇപ്പം നമുക്ക് ഗോപസ്ത്രീകളുടെ കഥയൊക്കെ ഭാഗവതത്തിൽ പറയുമ്പോൾ അവരൊരു ഉദാഹരണം പറയും. കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നവൾ കുട്ടി അവിടെ വെച്ചിട്ട് പോയി, വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നവൾ ബക്കറ്റ് ഉള്ളിലിട്ടിട്ട് പോയി. ഇതൊക്കെ ഭാഗവതം പറയുന്ന ദൃഷ്ടാന്തങ്ങൾ ചിലതാണ്. ഈ ദൃഷ്ടാന്തം അങ്ങനെ തന്നെ എടുക്കണ്ട. ഇതെന്താന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക്, നമ്മളുടെ ജോലി, നമ്മളുടെ കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. ആ അലൗകിക ആകർഷണം എല്ലാ ജന്മത്തിലും ഉണ്ടാവില്ല. ആ അലൗകിക ആകർഷണം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഇതിനെ പൂർത്തിയാക്കിയിട്ട് പോവുക, അത് ശരിയാക്കിയിട്ട് പോവുക എന്നൊന്നും തോന്നുന്നില്ല. കാരണം ഇത് എപ്പോഴാണ് അവസാനിക്കാൻ പോണത്? ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, കടലിൽ അല പോലെ. അപ്പോൾ നമ്മളുടെ ലൗകിക കാര്യങ്ങൾ, വ്യവഹാരങ്ങൾ എല്ലാത്തിനും നടുവിലും ഭഗവാനെ പിടിച്ചോളണം. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ല, ഇതിൻ്റെ നടുവിൽ തന്നെ ഭഗവാനെ പിടിച്ചോളണം. ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തോളണം നമ്മളുടെ കാര്യങ്ങളൊക്കെ. നമ്മളെക്കാളും ഭംഗിയായിട്ട് നടക്കും. നമ്മൾ കയറി ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഓടിക്കാനും അറിയില്ല, വഴിയും അറിയില്ല എന്നുള്ള വട്ടാണ്. അപ്പം അങ്ങനെ കാന്തം ഇരുമ്പ് പോർ കവറുന്ത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കവറിങ് മീ. അതാണ് എൻ്റെ അഭിമാനത്തിന് ഒരു ഇടമും കൊടുക്കാതെ എന്നെ ഫുള്ളായിട്ട് പിടിച്ചിട്ട് വിടാമൽ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വിട്ടാൽ ഞാൻ സിനിമയ്ക്ക് പോയിക്കളയും. കുട്ടികൾ സ്കൂളിൽ നിന്ന് സിനിമയ്ക്ക് പോവില്ലേ, അതുപോലെ ഞാൻ പോയിക്കളയും. ഇടയ്ക്കിടയ്ക്ക് വിട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോകും, എന്തെങ്കിലും ലൗകികത്തിൽ പോയിക്കളയും. അതുകൊണ്ട് വിടാമൽ കവർന്ന് എന്നെ ആകർഷിച്ച് എന്നെ പിടിച്ച് കലന്ത് എന്നോട് ഇരുപ്പായി. ഈ പാട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഈ ലോകത്തിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭഗവാൻ വന്ന് കലർന്നിരിക്കണമെന്നാണ്. അല്ലേ? അലൗകികമായ ഒരു ഭാവന ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ എൻ്റെ ഭാവനയിൽ കലർന്നിരിക്കുകയാണെന്ന് വെച്ചാൽ ഭഗവത് ഭാവന, ഭഗവത് ധ്യാനം, ഭഗവത് അനുസന്ധാനം ഇങ്ങനെ ഉള്ളിൽ കലന്ത് എന്നോട് ഇരുപ്പായി അരുണാചല. ലോകമങ്ങട് മറന്നുപോയി. ഈശ്വരസ്മരണ, ഭഗവൻ നാമം, ജപം, ധ്യാനം ഇതൊക്കെയാണ് ഉള്ളിലിങ്ങനെ വരുന്നത്. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ കലർന്നു കഴിയുമ്പോൾ, ആ കലർന്നു കഴിഞ്ഞ് ചിലപ്പോൾ ഈ ചളിയുള്ള ബക്കറ്റിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ മതി. കൂടുതൽ കൂടുതൽ ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ അതൊരു വഴിയാണ്. ചളി ഇങ്ങനെ പോയി 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 അവസാനം ശുദ്ധജലമാവും. അതുപോലെ ഭഗവത് ഭാവം ഇതിനകത്ത് കലർന്ന് 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 ഇതിലത്തെ അഴുക്കൊക്കെ പോയി അവസാനം പിന്നെ അത് എവിടെ പോയി എന്നറിയില്ല. അതുപോലെ കലന്ത് എന്നോട് ഇരുപ്പായി അരുണാചല. അരുണാചല എന്നിൽ കലർന്നിരിക്കൂ. മഹർഷിയെക്കുറിച്ച് പാൾ ബ്രണ്ടൻ പറയുമ്പോൾ പറയും, when I observed the sage, the stillness of the hill, something of the stillness of the hill is there in him. He has lived there for so many years, he has absorbed that stillness into his being. ആ മലയുടെ നിശ്ചലത മഹർഷിയിലും ഉണ്ട്. അപ്പോൾ ഇഷ്ടദേവത നമ്മളിൽ കലർന്നിരിക്കുകയാണ്.
ഇഷ്ടദേവത നമ്മളുടെ ഭാവത്തിൽ കലന്ത് എന്നോട് ഇരുപ്പായി അരുണ. ഈ പ്രാർത്ഥനയൊക്കെ ധ്യാനമാണ്. ഈ പ്രാർത്ഥനയൊക്കെ ധ്യാനമാണ്. എനിക്ക് ഭഗവാൻ വേണം തോന്നണം അല്ലേ. ഇപ്പോൾ രാമകൃഷ്ണദേവൻ പറയണ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്. കുട്ടി അമ്മ വേണം അമ്മ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പം അമ്മ ജോലി തിരക്കിലാണ്. അമ്മ എന്ത് ചെയ്യും? കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുട്ടി കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അമ്മയെ ബുദ്ധിമുട്ടിക്കണില്ല. ഈ ദൃഷ്ടാന്തം വെച്ചുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ കണ്ടു. ഈ കുട്ടികളൊക്കെ മൊബൈൽ അഡിക്റ്റ് ആണല്ലോ. അപ്പോൾ ഒരമ്മ ഇതുപോലെ കുട്ടി കരഞ്ഞ അമ്മമാർ കണ്ടുപിടിച്ചിട്ടുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ കൊടുക്കുക. ഉപനിഷത്ത് പറഞ്ഞ പോലെ 10 അമ്മമാർക്ക് സമം എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഇതിനെയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇതിനിങ്ങനെ വെച്ചുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് ഡിസ്ട്രാക്റ്റായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞു അമ്മ വരണം എന്ന് പറഞ്ഞു. അപ്പോഴും അമ്മ വന്നില്ല. കുറച്ച് നേരം കൂടെ മൊബൈലിൽ എന്തോ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തു. അവസാനം എന്ത് ചെയ്തു? ആ മൊബൈലിൽ ഇട്ടിട്ട് ഒറ്റ കൊടുത്തു നിലത്തേക്ക്. എന്താന്ന് വെച്ചാൽ ആ സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞു. അമ്മ വേണം, ഇനിയിപ്പോൾ മൊബൈലും മണ്ണാങ്കട്ടിയൊന്നും വേണ്ടെന്ന്. അപ്പോൾ അതുപോലെ എപ്പോ ഈശ്വരനെ വേണമെന്ന് തോന്നുന്നു അപ്പം ഈശ്വരൻ, അപ്പോൾ പിന്നെ അമ്മ എല്ലാം എടുത്തിട്ടിട്ട് ഓടി വരും. അതുപോലെ ഇത് രാമകൃഷ്ണദേവന്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഇതുപോലെ ജീവന് ഭഗവാനെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഈ കളിപ്പാട്ടങ്ങളൊക്കെ മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ഭഗവാന് വരാതിരിക്കാൻ പറ്റില്ല എന്നത്. അതാണ് കാന്തം ഇരുമ്പ് പോൽ കവർന്ന് എന്നെ വിടാമൽ കലന്ത് എന്നോട് ഇരുപ്പായി അരുണാചല. അടുത്ത പാട്ട്. ഈ പാട്ട് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയില്ലേ? ഗിരി ഉരുവാകിയ കിരുപൈ കടലെ കൃപൈ കൂർന്ന് അരുൾവായ് അരുണാചല. ഈ ഛന്ദസ്സിന് വേണ്ടി തമിഴില് കൃപൈ എന്നുള്ളത് കിരുപൈ എന്നായിട്ട് തീരും. ഗിരി ഉരുവാഹിയ കിരുപൈ കടലെ കൃപൈ കൂർന്ന് അരുൾവായ് അരുണാചല. മലയെ കടലായിട്ട് വിളിക്കാം. ഇപ്പോൾ അരുണാചല പഞ്ചരത്നത്തിലും അങ്ങനെയാണ്. കരുണാ പൂർണ്ണ സുധാബ്ധേ, കടലായിട്ടാണ് വിളിക്കുന്നത്. കരുണ നിറഞ്ഞു നിൽക്കുന്ന, കൃപ നിറഞ്ഞു നിൽക്കുന്ന അമൃത സമുദ്രം. അപ്പോൾ മല എങ്ങനെ കടലാവും? മലയാണ്, അത് കടലുമാണ്. ഗിരി ഉരുവാക്കിയ കൃപൈ കടലേ കൃപൈ കൂർന്ന്. ഇപ്പോൾ വെളിയിൽ എന്തിനാ നമുക്കൊരാശ്രയം? ഒരു അരുണാചലം എന്തിനാണ്? ഒരു ഗുരു എന്തിനാണ്? മഹർഷിയെ പോലെ ഒരു സന്നിധി എന്തിനാണെന്ന് വെച്ചാൽ സ്പിരിച്വലി ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രിൻസിപ്പിളുണ്ട്. ഇപ്പം നമുക്ക് സാധനയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എല്ലാം ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പിളാണ് ഈ കൃപ എന്ന് പറയുന്നത്. പക്ഷെ അത് വന്ന് സ്പർശിച്ചിട്ടില്ലെങ്കിൽ ഈ ജീവിതം പൂർണ്ണമാവില്ല. അത് എവിടെ വരുന്നും പറയാൻ പറ്റില്ല. അമ്പലത്തിലിരിക്കുമ്പോൾ വരുമോ അല്ല കാട്ടിൽ വരുമോ ഒന്നും അറിയില്ല. അർജുനനും അത് വന്നത് എവിടെയാ? യുദ്ധഭൂമിയിലല്ലേ. യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ കൃപയാവിഷ്ടം, കൃപ പ്രവേശിച്ചു. ഈ കൃപയ്ക്ക് ഇത്തിരി ഒരു വകതിരിവ് വേണ്ടേ? യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന സമയത്താണ് കൃപയാവിഷ്ടം. അത്രയും നേരമില്ല. യുദ്ധത്തിന് തയ്യാറായിട്ട് കയ്യിൽ ഗാണ്ഡീവൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഈശ്വരന്റെ കൃപ ആവേശിച്ചു. അപ്പൊ കൃപ എവിടെ വേണമെങ്കിൽ ആവേശിക്കാം, ഏത് സമയത്ത് വേണമെങ്കിൽ ആവേശിക്കാം. ആ കൃപ വന്ന് സ്പർശിക്കുമ്പോഴാണ് മനുഷ്യന്റെ ഉള്ളില് ഈശ്വര അനുഭൂതി വരണത്, ഭഗവത് അനുഭൂതി വരണത്. അപ്പോഴാണ് ശാസ്ത്രങ്ങളൊക്കെ അർത്ഥവത്താവുന്നത്.
അത്രയും നേരം ശാസ്ത്രങ്ങളൊക്കെ ദേ ആർ ഓൺലി വേർഡ്സ്. They become meaningful, they come to life when this grace, this stream of grace comes and touches the person. സ്പർശം, കൃപാസ്പർശം വരുമ്പോൾ. അപ്പോൾ അതിന് വെളിയിലേതെങ്കിലും ഒന്ന് കാരണമാണ്. ഗീതയിൽ ഭഗവാൻ പറയണത് വിഭൂതി, ഈശ്വരൻ ഗുരുവായിട്ട് വരണം, ഇല്ലെങ്കിലോ അമ്പലങ്ങളിലും ഇതുപോലെ മലയായിട്ടും മറ്റു ഗംഗയായിട്ടും ഒക്കെ അവിടെ ചില വിഭൂതികളുണ്ട്. വിഭൂതി എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ക്യാൻ നോട്ട് ബി ഡിഫൈൻഡ്. അതാണ്. യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഇമ്പാക്ട്, ബട്ട് യു ക്യാൻ നോട്ട് ഡിഫൈൻ ഇറ്റ്. ഇറ്റ് ഈസ് the intellect cannot break it. The secret, how it works, not possible. ഇപ്പോൾ ഭഗവാന്റെ രൂപം, ഭഗവാന്റെ മൂർത്തി, ആ സന്നിധിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഒരു ജീവൻ മുക്തനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, നമുക്കത് മനസ്സിലാക്കാൻ ഒരേ വഴി മനുഷ്യരൂപത്തിൽ ഒരാൾ അനുഭവിച്ചിട്ട് വന്ന് നമുക്ക് സാക്ഷാത്കാരം തരുമ്പോൾ അത് നമുക്കൊരു വ്യക്തിയുടെ ഹെൽപ്പ് മനസ്സിലാവുന്നുണ്ട്. ഈയിടെ ഒരാൾ ചോദിച്ചു തിരുവണ്ണാമലയിൽ, ഹൗ ഡസ് ദ ഹിൽ ഡസ് ദിസ് മാജിക്? ചട്ടെന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ബിക്കോസ് ദ ഹിൽ ഈസ് എൻലൈറ്റൻഡ്. ദാറ്റ്സ് ഓൾ. സിമ്പിൾ ആൻസർ അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുക മനുഷ്യന് മാത്രമേ എൻലൈറ്റൻമെന്റ് ഇല്ല. മല ജ്ഞാനിയാണ്, ജീവൻ മുക്തനാണ്. മഹർഷിയുടെ കാലത്തുണ്ടായിരുന്ന, അതിന് കുറച്ച് കാലം ശേഷം 1980 വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു മഹാത്മാ, ഒരു ജീവൻ മുക്ത ആണ് ആനന്ദമയിമ. അവര് ഒരിക്കൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയോ എന്തോ കാരണത്തിനായി റോട്ടിൽ വഴിയിൽ ഒരിടത്ത് നിർത്തി. അപ്പോൾ അവിടെ കുറേ കാട്, കുറേ മരങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു വലിയ ആല്. ആ ആലിനെ ഇവർ അടുത്ത് പോയി നിന്നു, എന്തോ പറഞ്ഞു, വന്നു, പിന്നെ കാറിൽ കയറി, പിന്നെ പോയി. പോകുന്ന വഴി മുഴുവൻ ഈ അമ്മ ഈ അടുത്തുള്ളവരോട് പറയാണ്, ആ ആലിനെ നീ ശ്രദ്ധിച്ചോ? ഇവർ ചോദിച്ചു. ആദ്യം ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇവർക്ക് പ്രത്യേകതയൊന്നും തോന്നിയില്ല. പിന്നെയും പറഞ്ഞു, ആ ആല് ഒരു ജ്ഞാനിയാണ്, നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് കാറ് തിരിച്ചു വിട്ട് ആ ആലുമരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് അവരോട് ചോദിച്ചു, ഇത് ആരുടെയാണ്? അവർ ആ ഒരു തോട്ടം നോക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് ഇവരുടെ അവരോട് ജ്ഞാനിയാണ് എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവരോട് പറഞ്ഞു, ഇതിൽ ഈശ്വരനുണ്ട്, ഇതിനെ നല്ലവണ്ണം നോക്കിക്കൊള്ളണം, നിങ്ങൾക്ക് ചോദിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഇതുകൊണ്ട് സാധിക്കും, ഇതിന് വേണ്ട വിധത്തിൽ പൂജിച്ചാൽ നിങ്ങളൊക്കെ നന്നായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അതിന് വേലി കെട്ടി ഗ്രാമത്തിലുള്ള ആളുകൾ പറഞ്ഞാൽ കേൾക്കും, മഹാത്മാക്കൾ പറഞ്ഞാൽ അവർ കേൾക്കും. കേരളത്തിലാണെങ്കിൽ അപ്പോഴേ മുറിച്ചു മാറ്റും. അറിയില്ല, കേരളത്തിലുണ്ട് കേട്ടോ ആളുകൾ, വിശ്വാസവും ശ്രദ്ധയൊക്കെ ഉള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ രൂപത്തിലും ഈ ചൈതന്യത്തിൻ്റെ ആവിർഭാവം എവിടെ വേണമെങ്കിലും വരാം. അങ്ങനെ അരുണാചലത്തിൽ വന്നിരിക്കുന്നു. അതൊരു എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ നിയതിയാണ്, ഭഗവാന്റെ നിയതിയാണ്. ഭഗവാൻ പരമേശ്വരൻ ഈ മല ഞാനാണെന്ന് അഭിമാനിച്ചിരിക്കുന്നു എന്നാണ് മഹർഷി പറയുന്നത്. ഇത്രയൊക്കെ യുക്തിയുക്തമായി വേദാന്തം പറയുന്ന മഹർഷി ഈ കാര്യത്തിൽ യുക്തിയേ ഇല്ല. എല്ലാം വളരെ റാഷണലായിട്ടുള്ള മഹർഷി അരുണാചലത്തിൻ്റെ കാര്യത്തിൽ റീസണിങ്ങേ ഇല്ല. ആസ് യു ഐഡൻറ്റിഫൈ വിത്ത് ദ ബോഡി, ശിവ ഈസ് ഐഡൻറ്റിഫൈങ്
ഹിംസെൽഫ് വിത്ത് ദിസ് ഹിൽ. അപ്പോൾ അതാണ് ഗിരി ഉരു ആകിയ കിരുപൈ കടലേ, മലയുടെ രൂപത്തിലുള്ള കൃപ. കൃപൈ കൂർന്ന് എന്ന് വെച്ചാൽ കൃപ ഇങ്ങനെ കടലായിട്ട് ഇരുന്നാൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഫോക്കസ് ചെയ്ത് എനിക്ക് അനുഗ്രഹം ചെയ്യണമെന്നാണ്. എന്നിലേക്ക് ഈ അറ്റൻഷൻ തിരിച്ച് എന്ന് വെച്ചാൽ എന്നിലുള്ള ദോഷങ്ങളൊക്കെ മാറ്റി, സൂര്യപ്രകാശം എല്ലാ സ്ഥലത്തും ഉണ്ട്, ലെൻസിലൂടെ ഏകാഗ്രപ്പെടുത്തിയിട്ടല്ലേ കുട്ടിക്കാലത്തൊക്കെ കുട്ടികളുടെ പണിയാണ്. അതിങ്ങനെ ഒരു കണ്ണാടിയിൽ വെച്ച് അതിനെ ഏകാഗ്രമാക്കി പേപ്പർ കത്തിക്കും. അതുപോലെ കൃപൈ കൂർന്ന് അരുൾവായ് അരുണാചല, കൃപയെ എന്നിൽ ഫോക്കസ് ചെയ്ത് എന്നിലുള്ള ദോഷങ്ങളൊക്കെ മാറ്റി എൻ്റെ അധ്യാത്മ ജീവിതത്തിലുള്ള അഭിരുചി വളർത്തി എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന്, ജ്ഞാനമാർഗമാണെങ്കിൽ എനിക്ക് ജ്ഞാനവിചാരം ചെയ്യാനുള്ള ശക്തി തരണം, ഭക്തിമാർഗമാണെങ്കിൽ എനിക്ക് ഭക്തി ചെയ്യാനും ഭഗവൻ നാമജപം ചെയ്യാനും സ്വാധ്യായം ചെയ്യാനും ആനന്ദമായിട്ട് ഭഗവത് ഭജനം ചെയ്യാനുള്ള ശക്തി തരണം. ഇതൊക്കെയാണ് കൃപൈ കൂർന്ന് അരുൾവായ്. ഈശ്വരൻ്റെ അടുത്ത് അതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ കൃപയിൽ നിന്നും കിട്ടേണ്ടത് എന്താ? ഭഗവാന്റെ അടുത്ത് തന്നെ ഉള്ള ഭക്തി. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ജ്ഞാനവിചാരത്തിനുള്ള ശക്തി. മഹർഷി പ്രകാശിപ്പിച്ച ജ്ഞാനവിചാരം മനസ്സിനെ അന്തർമുഖമാക്കി ഞാൻ എന്നുള്ളത് എന്താണ്, ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം. ഇത്രയേ ഉള്ളൂ കാര്യം. ഉള്ളില് ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് തോന്നുന്നത്, ഇതെവിടെ ഉദിക്കുന്നു, എന്താണ് ഈ ഞാൻ? ചിത്തവൃത്തികളൊക്കെ വരുമ്പോഴും ഈ ചിത്തവൃത്തികൾ, തോട്ട്സൊക്കെ ആർക്ക് വരുന്നു? എനിക്ക് വരുന്നു. അപ്പോൾ ഈ ഞാൻ ആരാണ്? എത്ര ചിത്തവൃത്തികൾ വന്നാലും ഈ തോട്ട്സൊക്കെ എനിക്ക് വരുന്നു. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഇങ്ങനെ ഞാൻ എന്നുള്ള വൃത്തിയിലേക്ക് ശ്രദ്ധ പോകും. അതിനെ അന്വേഷിക്കുമ്പോൾ ആ വൃത്തി ഹൃദയത്തിലടങ്ങും. അതോടുകൂടെ മനസ്സും അടങ്ങും. ആ അഹംവൃത്തി അടങ്ങുന്ന സ്ഥലത്ത് മറ്റൊന്ന് ശുദ്ധ ചൈതന്യം താനായി പ്രകാശിക്കും. ഇതാണ് മഹർഷി പ്രകാശിപ്പിച്ച ഹൃദയവിദ്യ. ഇങ്ങനെ അന്തർമുഖമായ അതീവ സൂക്ഷ്മമായിട്ടുള്ള ഈ വിചാരത്തിന് ഒരു പുഷിംഗ് ഫോഴ്സ് വേണം. അതാണ് കൃപ എന്ന് ചോദിക്കുന്നത്. മനസ്സിനെ അന്തർമുഖമാക്കുന്ന ശക്തി. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ബഹിർമുഖമാണ്, ചെതറിക്കിടക്കുകയാണ്. ലോകത്തിൽ പലവിധ ദൗർബല്യങ്ങളിൽ പെട്ടുകിടക്കുകയാണ് മനുഷ്യ മനസ്സ്. കടുക് ചെതറിക്കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പം കടുക് ചെതറിക്കിടന്ന ഓരോരോ കടുകുമണിയായിട്ട് പെറുക്കിക്കൊണ്ട് വരണം പോലെ നമ്മളുടെ അറ്റൻഷനും ചെതറിപ്പോയ അറ്റൻഷനെ പല സ്ഥലങ്ങളിൽ നിന്നും പെറുക്കിക്കൊണ്ട് വരേണ്ടിയിരിക്കണം. ഒരു കാലത്തിന് ശേഷമെങ്കിലുമൊക്കെ നമ്മളിത് ചെയ്യണം. ഒരു വയസ്സാവുമ്പോഴെങ്കിലും ഇനി ഇതൊന്നും വേണ്ട, ഞാൻ പതുക്കെ ഇങ്ങനെ അപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവും. ഒരു ദൃഷ്ടാന്തം പറയണത് ഗൗഡപാദാചാര്യർ കാരികയിൽ പറയണ ദൃഷ്ടാന്താണത്. ഒരു ദർഭ കൊണ്ട് കടൽ വെള്ളം വറ്റിക്കാൻ നോക്കണ പോലെയാണെന്ന്. ഒരു ചെറിയ കഥയുണ്ട്. ഒരു കുരുവി, ആ കുരുവിയുടെ മുട്ടയിട്ടു. കടലിൻ്റെ അടുത്ത് എവിടെയോ ഒരു സ്ഥലത്ത് മുട്ടയിട്ടു. അല അടിച്ച് ആ മുട്ടയും കൊണ്ടുപോയി. അപ്പൊ ഈ കുരുവി എന്ത് ചെയ്തു? ഞാൻ ഈ കടൽ വറ്റിക്കും എന്ന് പറഞ്ഞ് തൻ്റെ കൊക്കില് കുറച്ചായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കരയിൽ വിട്ടുകൊണ്ടേയിരിക്കും. അത് ക്ഷീണിച്ചാലും വിടില്ല, വറ്റിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നാരദ മഹർഷി ആ വഴിക്ക് വരികയാണ്. അപ്പോൾ ആ നാരദ മഹർഷി ചോദിക്കുക, എന്താ ചെയ്യണം നീ? അപ്പോൾ ഈ തിത്തിരി പക്ഷി പറയും, ഞാനേ ഈ കടൽ വറ്റിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഈ കടലൊക്കെ നീ വിചാരിച്ചാൽ വറ്റിക്കാൻ പറ്റുമോ? വേണ്ടാത്ത ഉദ്യമമാണ്. എന്തിനാ ഇപ്പം കടൽ വറ്റിക്കണത്? അപ്പോൾ കുരുവി പറയും, എൻ്റെ മുട്ട ഈ കടൽ മോഷ്ടിച്ചു, അതുകൊണ്ട് ഞാൻ ഈ കടൽ വറ്റിച്ചിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ നാരദ മഹർഷി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആ കുരുവി പറഞ്ഞു, സാധിക്കില്ല, എൻ്റെ മുട്ട കിട്ടുന്നവരെ ഞാൻ കടലിൽ വിടില്ല.
അപ്പോൾ നാരദ മഹർഷി സമുദ്രരാജാവിനെ സ്തുതിച്ച് പറഞ്ഞു, ആ മുട്ട തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ആ മുട്ടയെ എടുത്തു കൊടുത്തു കുരുവിക്ക്. ഇങ്ങനെയാണ് കഥ. ഈ കഥ എന്തിനാ പറയണമെന്ന് വെച്ചാൽ, മനുഷ്യൻ മനസ്സിനെ നിയമനം ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ പരന്ന് കിടക്കുന്ന മനസ്സിനെ സ്വന്തം ശക്തി കൊണ്ട് അടക്കി ജയിക്കാൻ ശ്രമിക്കുന്നത് ഈ കുരുവി മുട്ട പെറുക്കാൻ കടലിനോട് യുദ്ധം ചെയ്യണ പോലെയാണ്. പക്ഷേ നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, നമ്മൾക്ക് അറിയേയില്ല നാരദ മഹർഷി വരുന്നുള്ള കാര്യം. നമ്മളെ കൊണ്ടാവില്ല എന്നുള്ളത് നമ്മളുടെ യുക്തി പറയും. പക്ഷെ നാരദ മഹർഷി വരുന്നുള്ള കാര്യം നമ്മളുടെ യുക്തിക്ക് അറിയില്ല. ഭാഗവതത്തിൽ ധ്രുവൻ ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് ഇറങ്ങി 5 വയസ്സ് കുട്ടി പോകുമ്പോൾ നാരദ മഹർഷി വരുമെന്ന് ധ്രുവൻ അറിയില്ല. പക്ഷെ നാരദ മഹർഷി വന്നു. അതാണ് കൃപ. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഹെൽപ്പ് ഫ്രം ദ അൺനോവബിൾ. ദൈവം ചൈവാത്ര പഞ്ചമം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, നീ ചെയ്യുന്ന കർമ്മം, എൻ്റെ ശരീരം, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ബലം, എൻ്റെ ബുദ്ധി, അതിൽ തെറ്റ് ചെയ്യാതെ ശരി ചെയ്യുക, ഇതൊക്കെ നിൻ്റെ പാർട്ടാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അലൗകികമായത് വന്ന് അതിനെ പൂരിപ്പിക്കും. അത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല, അതിനെ വിളിക്കാൻ പറ്റില്ല. കുട്ടി സ്കൂളിൽ പഠിക്കാതിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ പറഞ്ഞില്ലേ, താൻ പാതി ദൈവം പാതി. ദൈവത്തിൻ്റെ പാതി കിട്ടിയാൽ മതി, ഞാൻ ജയിച്ചോളും. അങ്ങനെ ദൈവത്തിൻ്റെ പാതി വരില്ല. ഈ താൻ പാതി കറക്റ്റായിട്ടാവണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പാതി വരുന്നത്. അവിടെയാണത് വന്ന് നിറയ്ക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ മനുഷ്യനിൽ വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് സൂര്യോദിക്കുന്നതിന് മുമ്പ് സൂര്യോദയത്തിനെ കിളികളൊക്കെ അറിയുന്നു. അവർക്ക് വാച്ചൊന്നുമില്ലല്ലോ. നമ്മളാവുമ്പോൾ 3 മണിയായി എന്നൊക്കെ അറിയും. പക്ഷേ ഈ കിളികളൊക്കെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് കുറേ മുമ്പ് ചലച്ചു തുടങ്ങും. അവർ സൂര്യ വെളിച്ചത്തിനെ മണക്കുകയാണോ അല്ല സൂര്യ വെളിച്ചത്തിനെ ഊഹിക്കുകയാണോ എങ്ങനെയാ പറയാൻ വയ്യ. നാച്ചുറലായിട്ട് തന്നെ അവർക്ക് വരാൻ പോകുന്ന സൂര്യ വെളിച്ചം അറിയാം. അതേപോലെ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ അനുഗ്രഹം വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഈ ജീവനിൽ പ്രബലമായ ഫെയ്ത്ത്, ശ്രദ്ധ, ഈശ്വര കൃപയിലുള്ള വിശ്വാസം ഉണ്ടാവും. ഈ വിശ്വാസമൊന്നും മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വിശ്വാസം വരാൻ പോകുന്ന സത്യത്തിൻ്റെ മണമാണ്. പിന്നാലെ ആവിർഭവിക്കാൻ പോകുന്ന സത്യാനുഭവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പരിമളമാണ് വിശ്വാസം. അല്ലാതെ വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങനെ ഒരു ചിന്തയല്ലാതെ അത് ഒരനുഭവമാണത്. ശരിക്കും ആ ശ്രദ്ധയാണ് ഞാനിപ്പോൾ വിശ്വാസം എന്ന് പറയണത്. അല്ലാതെ ഞങ്ങളൊക്കെ അയ്യപ്പനിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് പോണതല്ല. അത് വരാൻ പോകുന്നതിൽ ഉണ്ടാവുന്ന ആ കൃപ, ഭഗവത് കൃപയുണ്ട്. ആ കൃപ നമ്മളുടെ ജീവിതത്തിനെ പൂർണ്ണമാക്കും എന്നുള്ളൊരു ശ്രദ്ധാശരീരം ഉള്ളില് അനാവൃതമാവുകയാണ്, തുറക്കപ്പെടുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥന തന്നെ വരിക. ഭഗവാന്റെ അടുത്ത് പറയണത്, ആ കൃപ എൻ്റെ നേരെ ഒന്ന് തിരിക്കണം, എൻ്റെ നേരെ ഒന്ന് തിരിച്ചുവിടണം. കൃപൈ കൂർന്ന് അരുൾവായ അരുണാചല. ആ നോട്ടം എൻ്റെ മേലെ വീഴണമെന്നാണ്. കൃപൈ കൂർന്ന് അരുൾവായ അരുണാചല. ആ ശ്രദ്ധ. രാമായണത്തിൽ പറയും, രാമൻ തെരുവിലൂടെ നടക്കുമ്പോൾ, കാട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അയോധ്യാവാസികൾ 2 വശത്തും വന്ന് നിൽക്കുക അത്രേ. അപ്പം അതിൽ പറയണത് കണ്ണ് കാണാത്തവരും ഉണ്ടെന്നാണ്. കണ്ണ് കാണുന്നവർ മാത്രമല്ല, കണ്ണ് കാണാത്തവരും ഉണ്ട് അത്രേ വന്ന് നിൽക്കണവർ. യം ന രാമം ന പശ്യേത്തു യം ച രാമോ ന പശ്യതി നിന്ദിത സർവലോകേഷു സ്വാത്മാപ്പേനം വിഗർഹത്തെ. രാമനെ ആര് കണ്ടില്ലയോ, രാമൻ ആരെ കണ്ടില്ലയോ,
എന്നുവെച്ചാൽ അവർ ആ ഒരു വിശ്വാസത്തിൽ ഭഗവാൻ എന്നെ നോക്കിയാൽ മതി എന്നാണ്. ഞാൻ നോക്കണം എന്ന് പോലുമില്ല, ഭഗവാന്റെ ദൃഷ്ടി എൻ്റെ മേലെ വീണാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ അത് ആ ഒരു ശ്രദ്ധ, ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നിഷ്കളങ്കമായ ഭക്തി, ശ്രദ്ധ, അതിൽ നിന്നാണ് ധ്യാനം ഉണ്ടാവുന്നത് മനുഷ്യൻ. ശ്രദ്ധ, ഭക്തി, ധ്യാനയോഗം, ഇതാണ് അതിൻ്റെ പടി. ശ്രദ്ധ വരുന്നു, അടുത്ത പടി ഭക്തി വരുന്നു, അടുത്ത പടി ധ്യാനയോഗം. ഇങ്ങനെ പടിപ്പടിയായിട്ട് വേണം ഉള്ളിൽ വരാൻ. അങ്ങനെ വരുമ്പോൾ കൃപൈ കൂർന്ന് അരുൾവായ അരുണാചലത്തിനോട് പറയാണ്, എന്നിൽ കൃപയെ എൻ്റെ നേരെ ഇട്ടിട്ട് എനിക്ക് ജ്ഞാന വിചാരം ചെയ്യാനുള്ള ശക്തി, ഭഗവത് ഭാവമാകുന്ന ശക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ. മനസ്സ് ചിലപ്പോൾ ഉയർന്ന തലത്തിലേക്ക് വരും, ചിലപ്പോൾ താഴ്ന്ന തലത്തിലേക്ക് പോകും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. നല്ല സാധകന്മാരായിട്ടുള്ളവർ ചിലപ്പോൾ പേടിച്ചു പോകും. എൻ്റെ മനസ്സ് വളരെ ഉയർന്നിരുന്നു, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണം, വളരെ ലോവർ ലെവലിൽ പോകണമല്ലോ എന്ന് തോന്നി പേടിച്ചു. ഇതൊക്കെ പ്രകൃതിയാ മനസ്സിൽ സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന മൂന്നും ഉണ്ട്. ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഈ മൂന്നും ഇല്ലാത്ത ഒരു ജന്തുവും ഈ ലോകത്തിലില്ല എന്നാണ്. അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല, സത്വഗുണം മാത്രമായിട്ട് അങ്ങനെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഒന്നാമത് രാത്രി ഉറങ്ങണമെങ്കിൽ തമോ ഗുണമാണ്. ഉറക്കത്തിൽ പലർക്കും ഉറക്കം വരാത്തത് കാരണം എന്താ? അപ്പോഴാണ് രജോ ഗുണം. സത്സംഗത്തിലോ പൂജയ്ക്കോ ഇരുന്ന് തമോ ഗുണം വരും. ഉറങ്ങാൻ കിടക്കുമ്പോൾ തമോ ഗുണം വരൂല്ല. അതാണ് രാത്രി കിടക്കുമ്പോൾ യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത താമസി എന്നുള്ളത് ദേവിയുടെ ഒരു രൂപമാണ്. തമോ ഗുണസ്വരൂപിണി. രജോ ഗുണസ്വരൂപിണിയായിട്ടും ദേവിയുടെ പല രൂപങ്ങളുണ്ട്. ദുർഗ എന്നുള്ളത് രജോ ഗുണസ്വരൂപിണിയാണ്. തമസിനോട് അടുത്തുള്ള രജോ ഗുണസ്വരൂപിണിയാണ് ചണ്ഡിക എന്ന് പറയുന്നത്. സാത്വികമായ രൂപമാണ് ശാരദ, ലളിത, ബ്രാഹ്മി. ഇതൊക്കെ നമ്മുടെ ചിത്തത്തിൻ്റെ ഭാവങ്ങളാണ്. ചിത്തമായിട്ടാണല്ലോ ദേവി നമ്മളിൽ ഇരിക്കുന്നത്. അപ്പം ഈ ചിത്തത്തിൽ സത്വഗുണവുമുണ്ട്, രജോ ഗുണവുമുണ്ട്, തമോ ഗുണവുമുണ്ട്. ഇത് മൂന്നും കറക്റ്റ് സമയത്തിന് വേണം. പണിയെടുക്കുമ്പോൾ രജോ ഗുണം വേണം, ഉറങ്ങുമ്പോൾ തമോ ഗുണം വേണം, പൂജ ചെയ്യുമ്പോൾ ധ്യാനിക്കുമ്പോൾ നാമം ജപിക്കുമ്പോൾ സത്വഗുണം വേണം. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ സത്വഗുണം വേണം. സത്വാത്ത് സഞ്ജായത്തെ ജ്ഞാനം രജസോ ലോഭയേവച്ച പ്രമാദമോഹൗതു തമസഃ ഭവതോ അജ്ഞാനമേവച്ച. അപ്പോൾ മനസ്സ് സത്വഗുണത്തിലേക്കും രജോ ഗുണത്തിലേക്കും തമോ ഗുണത്തിലേക്കും പോകും. മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം വരെ ഒരു കൂട്ടം, സ്വാധിഷ്ഠാനം മുതൽ വിശുദ്ധി വരെ ഒരു കൂട്ടം, അവിടെ നിന്ന് മേലേക്ക് ഒരു കൂട്ടം. അങ്ങനെയാണെന്ന് തോന്നുന്നു ശ്രീവിദ്യയിൽ ഈ 3 കൂട്ടം പറയുക, 3 ഗ്രൂപ്പാണ്. ഈ ശക്തി എല്ലാവരുടെയും അധികവുമായിട്ടും ഈ ചുവട്ടിലുള്ള മണ്ഡലങ്ങളിലാണ് ഇരിക്കുക. ചിലപ്പോൾ മേലെയും പോകും. മാക്സിമം പോണത് എവിടെയാ? ഈ അനാഹത ചക്രത്തിൽ ഒരു സത്സംഗത്തിൽ പോകണമെങ്കിൽ. അതിന് മേലെ ഒന്നും അധികം പോവാറില്ല ആളുകൾക്ക്. അപ്പോൾ ആ ശക്തിയുടെ ഒഴുകുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ ഒരേ സൂര്യനാണ് പ്രകാശിപ്പിക്കുന്നത്, ആത്മാവാകുന്ന സൂര്യൻ. ആ സൂര്യനെ എല്ലാ മണ്ഡലങ്ങളിലും പ്രകാശിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ പാട്ടിൽ. ചുവട്ടിലും മുകളിലും നല്ലത് ചീത്ത ഗുണം ദോഷം എല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് അതിലൊക്കെ ഏകതത്വം, ഒരേ വസ്തുവിനെ പ്രകാശിച്ച് അറിയാനായിട്ട് എനിക്ക് അനുഗ്രഹിക്കൂ
കീഴ്മേൽ എങ്കും കിളർ ഒളി മണിയൻ. കിളർ ഒളി മണി എന്നുവെച്ചാൽ കിരണങ്ങളെ പ്രസരിപ്പിച്ചുകൊണ്ട് ജ്വലിക്കുന്ന മണി. അതാണ് അരുണാചലം സൂര്യൻ. അങ്ങനെയുള്ള അരുണാചല സൂര്യനായ ഭഗവാനെ കീഴ്മേൽ എങ്കും, ചുവട്ടിലും മുകളിലും എവിടെയും വ്യാപിച്ചിരിക്കുന്ന പ്രകാശത്തോടുകൂടെ ജ്വലിക്കുന്ന ഭഗവാനെ എൻ കീഴ്മயை പാഴ്ചை. പല വിധത്തിലും അർത്ഥം പറയാം. ഞാനിങ്ങനെ ഈ ജ്ഞാനമില്ലാതാവുമ്പോൾ വളരെ വളരെ കൃപണനായിട്ട് തീരും. ഞാൻ പറ്റി എല്ലാവരുടെ മുമ്പിലും എന്തെങ്കിലും കിട്ടുമോ. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ വളരെ വളരെ കൃപണനാക്കി തീർക്കുന്നത്. എല്ലാവരുടെ മുമ്പിലും പേടി, ഭയം. ഇതിനൊക്കെ കാരണം എന്താ? ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ആവണം, അവരുടെ നമ്മൾ അടിമയായിട്ട് തീരും. ഇതാണ് കീഴ്മൈ. ചിലപ്പോൾ നമ്മളത് താഴ്മയായിട്ട് വിചാരിക്കും. ഹ്യൂമിലിറ്റി, ഹമ്പിൾ ആയിട്ടിരിക്കണം. ഹമ്പിൾ അല്ല, ഇവൻ വേറെ എന്തു വാക്കാ അതിന് പറയാ? ഹ്യൂമിലിയേറ്റഡ് എന്ന് പറയില്ലേ നമ്മൾ? അതാണ്. ആഗ്രഹങ്ങളിലുള്ള മനുഷ്യൻ ഈസ് ഇൻസൾട്ടഡ്, ഹ്യൂമിലിയേറ്റഡ് എല്ലായിടത്തും. അപ്പോൾ അതിന് നമ്മൾക്ക് ഗൗരവമായി ഇരിക്കാൻ കഴിയില്ല. എന്താ? നമ്മളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹമുള്ളവൻ മനുഷ്യനോ ദേവതകൾക്കോ ഒക്കെ പിച്ചക്കാരനാണ്. എല്ലാവരുടെ അടുത്തും ഇവന് എന്തെങ്കിലും കിട്ടണം. ആഗ്രഹമാണ് ഇവനെ പിച്ചക്കാരനാക്കി തീർക്കുന്നത്. ഈ മനസ്സ് ഒരു പിച്ചപാത്രം. അതിൽ വീഴുന്നത് 1 രൂപയായിരിക്കാം, 1 കോടി രൂപയായിരിക്കാം, 100 കോടി രൂപയായിരിക്കാം. അത്രയും വ്യത്യാസം. Amount is different, but the begging bowl remains same. Whether you carry it in your hand or not, the begging bowl is there. So this is Kirmai. So when you become absolutely desireless, this limitation, this humiliation is taken away from you. Sasarad bhavati sarveshu lokeshu kamacharu bhavati. അവൻ സ്വരാട്ടായിട്ട് തീരണു എന്നാണ്, സമ്രാട്ടായിട്ട് തീരണു, ചക്രവർത്തിയായിട്ട് തീരണു എന്നാണ് വേദം പറയുന്നത്. ആരിൽ നിന്നും അവന് ഒന്നും ആഗ്രഹമില്ല. എപ്പോ അവൻ്റെ ഈ കുറവ് പോയി കഴിയുമ്പോൾ. കുറവ് എങ്ങനെ പോകും? അടുത്ത പാട്ടിൽ പറയുന്നുണ്ട്. കുറവ് എന്താന്ന് വെച്ചാൽ അജ്ഞാനം, അവിദ്യ. ഞാൻ തിരയുന്നതൊക്കെ തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അറിയില്ല. എൻ്റെ സ്വരൂപം, എൻ്റെ ആത്മാ പരമാത്മാവാണ്, ബ്രഹ്മമാണ്, പൂർണ്ണ വസ്തുവാണെന്നുള്ള അറിവില്ല. ഞാൻ ഈ വ്യക്തിയാണ്, ഈ അറിവുള്ളവൻ, അറിവില്ലാത്തവൻ, എന്തൊക്കെ പറയുന്നു അതൊക്കെ കൂടി ചേർന്ന് ഈ ലിമിറ്റഡ് പേഴ്സണാലിറ്റി, ഇതാണ് എൻ്റെ സ്വരൂപമെന്ന് ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പരിച്ഛിന്നത, പരിമിതി എന്നിലേക്ക് വരുന്നു. അതൊക്കെ എടുത്തു കളഞ്ഞ് എൻ്റെ ഉള്ളിലുള്ള കീഴ്മൈ, എൻ്റെ ഉള്ളിലുള്ള ഈ പെറ്റിനെസ്, അവിദ്യ ഉള്ളിൽ നിന്ന് പോയി കഴിയുമ്പോൾ, ഈ അവിദ്യയാണ് നമ്മളെ വളരെ 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 താഴ്ത്തിക്കളയണത്. അറിവില്ലായ്മ, നമ്മുടെ വാസ്തവമായ സ്വരൂപം നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളുടെ അന്തരാത്മാവിനെ തന്നെ നിന്ദിക്കുകയാണ്. ഇതാണ് കീഴ്മൈ വേദാന്തപരമായിട്ട്. സാധനാപരമായിട്ട് പറഞ്ഞാൽ മനസ്സിൻ്റെ ലോവർ ടെൻഡൻസി. താഴ്ന്ന ആഗ്രഹങ്ങൾ. അത് കാരണം എന്താ? അധ്യാത്മമായിട്ട് ഉയരാൻ പറ്റണില്ല. മനസ്സ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് കീഴ്മൈ എന്ന് പറഞ്ഞു.
എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് മനുഷ്യന്. എല്ലാ ആഗ്രഹങ്ങളും ഒരു വിധത്തിൽ ചെറുത് തന്നെയാണ്. ഈ ആഗ്രഹങ്ങൾ കാരണം പരമാർത്ഥ ലാഭമില്ലാതെ പോവാണ്. അപ്പോൾ അരുണാചലേശ്വരനോട് പറയാണ്, എൻ്റെ ഈ കീഴ്മൈ, എൻ്റെ ഈ ഒരു എൻ്റെ ജീവിതത്തിനെ പാഴാക്കിക്കളയുന്ന ഈ കീഴ്മയെ പാഴ് സെയ് അരുണാചല. ആ കീഴ്മയെ പാഴാക്കണം, കീഴ്മയെ ഇല്ലാതാക്കണം എന്നാണ്. കീഴ്മയെ ഇല്ലാതാക്കി തീർക്കണം. അതിന് അവിദ്യയെ എങ്ങനെ നീക്കം ചെയ്യണം? ജ്ഞാനം കൊണ്ട്. അല്ലെങ്കിൽ ഈ മനസ്സിൻ്റെ ലോവർ ആയിട്ടുള്ള പോക്ക്, പല വിഷയങ്ങളിലുള്ള വ്യാപ്തി എങ്ങനെ ഇല്ലാതാക്കും? സത്സംഗം, ഭക്തി, ഭഗവൻ നാമജപം, സദാ ഉള്ള അധ്യാത്മ പരിശ്രമം, ഇങ്ങനെ ഉയർന്ന വിഷയങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ച് വിട്ടുകൊണ്ടിരുന്നാൽ മനസ്സ് ഈ താഴ്ന്ന വിഷയങ്ങളിലേക്ക് വ്യാപിക്കില്ല. അപ്പോൾ അതാണ് അരുണാചലേശ്വരനോട് പറയണത്, എൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരൂ അരുണാചല. താഴെയും മേലെയും ഒക്കെ പ്രകാശിക്കുന്ന വെളിച്ചമാണ് അരുണാചലേശ്വരൻ്റെ. അതുകൊണ്ട് എൻ്റെ മനസ്സിനി ഉയർന്ന മണ്ഡലത്തിലേക്ക് പോകട്ടെ, ഉയർന്ന മണ്ഡലത്തിൽ പ്രകാശിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അടുത്ത പാട്ട് ആ കീഴ്മയെ പാഴ്ശൈ എന്ന് പറഞ്ഞല്ലോ. കീഴ്മയ്ക്ക് മറ്റൊരു പേര് പറഞ്ഞു, കുറ്റം. കുற்றமுற்று அறுத்தனை குணமாய் பணித்து ஆள் ഗുരു ഉരുവായ് ഒളിർ അരുണാചലം. ഈ പാട്ടിലാണ് ഭഗവാൻ അരുണാചലേശ്വരനെ ഗുരു എന്ന് വിളിക്കുന്നത്. എനിക്ക് ഗുരുവായിട്ട് ഭഗവാനെ പ്രകാശിക്കൂ. നോക്കൂ, മഹർഷി മലയിലുള്ളപ്പോൾ പലരും വന്നിട്ട് മഹർഷിയെ എൻ്റെ ശിഷ്യനാണ് എന്നൊക്കെ പറയാം. കാരണം മനുഷ്യന് പലതരത്തിലുള്ള സ്വത്താണ്. ഈ അധ്യാത്മത്തിൽ വരുമ്പോഴും ഇങ്ങനെ ശിഷ്യ സമ്പത്ത് എന്ന് പറയുമല്ലോ, അതുപോലെ ഈ കുറേ ഈ സന്യാസി വേഷമൊക്കെ കെട്ടിയിട്ട് നടക്കുന്ന കുറേ ആളുകൾ, അവർക്ക് ശിഷ്യൻ വേണം. ഭഗവാൻ തന്നെ ഇതൊക്കെ തമാശയായിട്ട് പറയും. അപ്പോൾ ശിഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കണവരൊക്കെ ഉണ്ട്. അവരിങ്ങനെ വളരെ ഉയർന്ന, ഇപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഒരാൾ അടുത്ത് വന്ന് കൂടി വരുന്നവരോടൊക്കെ പറയും, എൻ്റെ ശിഷ്യനാണ്, ഞാനാണ് അവനെ ഉപദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് മുതലെടുക്കും. ഇങ്ങനെ മുതലെടുക്കൽ ഒരുപാടുണ്ട്. വളരെ വളരെ അധ്യാത്മത്തിലേക്ക് വരുന്നവർ വളരെ ഭാവത്തോടു കൂടിയാണ് വരുന്നത്. അപ്പം അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഉത്തമ ഗുരു വേണം. ഉത്തമമായ ഒരു ഗൈഡ്, ഉത്തമമായ ഒരു ഗുരു, നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വഴി കാണിക്കുന്ന, ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠൻ എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ ഉപനിഷത്ത് അറിയുന്ന, ഉപനിഷത്തും സിമ്പിളായിട്ട് പറഞ്ഞ ഉപനിഷത്ത്, ഭഗവത്ഗീത, ഈ ശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന ഒരു ആചാര്യൻ, അതാണ് ശ്രോത്രിയൻ എന്ന് പറയുന്നത്. ഓർ ബ്രഹ്മനിഷ്ഠനാണെങ്കിൽ അനുഭൂതിയുള്ള ആചാര്യനാണ്. ഇതിൻ്റെ മർമ്മമൊക്കെ അവർക്കറിയാം, ഇതിൻ്റെ എസൻസ് നല്ലവണ്ണം അറിയാം. അവരുടെ അറിവ് അലൗകികമായ മണ്ഡലത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഈ ശാസ്ത്രങ്ങൾ അവർക്ക് ഒരുപക്ഷെ സംസ്കൃതമോ ശാസ്ത്രമോ അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ മർമ്മം, ഇപ്പോൾ ഉദാഹരണത്തിന് രാമകൃഷ്ണ പരമഹംസരോ തത്തുല്യമായി പല ആളുകളുണ്ട്. ആ മഹാത്മാക്കളൊന്നും അവരിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഇതിൻ്റെ മർമ്മം അറിയാം, യോഗമറിയാം, ഇതിൻ്റെ എല്ലാ മണ്ഡലങ്ങളും അറിയാം. അപ്പം അവരൊന്നും ഈ കാറ്റഗറിയിൽ വരില്ല. ഒരു പേനാക്കത്തി കൊണ്ട് ഒരുപാട് സർജറി ചെയ്ത ഒരാളുണ്ടായിട്ടുണ്ട്. അവസാനം മെഡിക്കൽ
ബോർഡിന് അയാൾക്ക് സർട്ടിഫിക്കറ്റ് ലൈസൻസ് കൊടുക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഒന്നുപോലും പഴവ് പറ്റിയില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് എല്ലാവരും ഈ പേന കത്തിയും കൊണ്ട് നടന്നാൽ എന്താവും ഗതി അല്ലേ? അപ്പം അത് എക്സെപ്ഷൻസാണ്. പ്രോഡിജി എന്ന് പറയും നമ്മൾ. ഇപ്പോൾ പ്രോഡിജി ചിലരൊക്കെ, നമ്മളുടെ അവിടെ ഒരു കുട്ടിയുണ്ട്, വളരെ പ്രസിദ്ധനാണ് വീണ വായിക്കുന്നതിൽ. അയാളുടെ അമ്മ എന്തോ ഒരു ചെറിയ തെറ്റ് വരുത്തി വീണയിൽ ഇയാളെടുത്ത് വായിച്ചു. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ പഠിപ്പിച്ചു വന്നു. അപ്പം അതൊന്നും അതുപോലെ എടുത്ത് ഒരാളെടുത്ത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വരുന്നതല്ല. അപ്പോൾ അവര് പഠിച്ചിട്ട് വരാത്തവർ, ഇപ്പം ത്യാഗരാജസ്വാമികൾ തന്നെ അങ്ങനെയാണ്. 9-10 വയസ്സിൽ കീർത്തനങ്ങളൊക്കെ എഴുതി. ഇപ്പോൾ ഭാഗവതരെടുത്ത് നമ്മുടെ കുട്ടിയെ കൊണ്ടാക്കിയിട്ട് 5 വർഷം അപസ്വരമാണ്. എന്നിട്ട് ഭാഗവതരെ കുട്ടി പഠിക്കാൻ തുടങ്ങി 1.5 വർഷമായി, ഇനി ഒരു കീർത്തനം പോലും എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്താവും ഗതി അല്ലേ? അപ്പോൾ എന്ത് ഗതി? അത് വരണ്ടേ? അപ്പോൾ അതിലാണ് ആ പ്രതിഭ എന്ന് പറയണത്. ആ പ്രതിഭ അതിനകത്തുണ്ട്. അതിനെ നമ്മൾ കോമൺ ആക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായി പഠിപ്പിക്കുക. അപ്പോൾ സ്വരം അതൊന്നും തെറ്റാതെ പഠിപ്പിക്കുക. അതൊക്കെ സംഗീതത്തിനൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. അതേപോലെ അധ്യാത്മത്തിലും ശാസ്ത്രീയമായി അവർക്ക് ഭഗവത്ഗീത, അദ്വൈത വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങൾ, ഉപനിഷത്ത്, ഇതൊക്കെ ഒരു ശാസ്ത്രം. അപ്പം പഠിച്ചു കഴിഞ്ഞാൽ അനുഭൂതി വരുമോ? പറയാനൊക്കില്ല. ഇവര് ഉപാസനാശുദ്ധരാണെങ്കിൽ, ഇവരുടെ മനസ്സ് ഏകാഗ്രമാണെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, ഇവർക്ക് വിവേകം ഉണ്ടെങ്കിൽ ജ്ഞാനം വരാം. അല്ലാതെ ഇതൊന്നും പഠിച്ചത് കൊണ്ട് ജ്ഞാനം വരുമെന്ന് പറയാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്. അവരും ജ്ഞാനികളും ജീവൻ മുക്തന്മാരും ഒന്നുമല്ല. അവർക്ക് പ്രസ്ഥാനത്രയും ഒക്കെ അറിയാം. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും അതിലൊരു സുഖമുണ്ട്. അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ, അതിൻ്റേതായിട്ടുള്ള ഒരു അറിവ്, അത് ബീജാവാപം പോലെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ അറിവ് ക്രമേണ വർക്കാവും, അത് ഉള്ളിൽ പ്രകാശിക്കും എന്ന് പറയാം. അപ്പോൾ ഗുരു വേണം. എന്തിനൊക്കെ ഗുരു വേണം? 2 മണ്ഡലത്തിലാണ് ഗുരു വേണ്ടത്. അധികവും ഗുരുക്കള് പറയണത് ഉപാസനാ ഗുരുക്കന്മാരാണ്. ജപം, ഒരു മന്ത്ര ഉപദേശം ചെയ്യുന്നു, എങ്ങനെ ധ്യാനം ചെയ്യണം, എങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം, ആഹാര നിയമം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും. രാമകൃഷ്ണ പരമഹംസരൊക്കെ പോലും 90% ആ മണ്ഡലത്തിലാണ് ഉപദേശിച്ചിരിക്കുന്നത്. ജപധ്യാനാദികൾ ഉപാസനയ്ക്ക്, ഭക്തിക്ക്, അനുഭവത്തിന്, കർമ്മം എങ്ങനെ യോഗമായിട്ട് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഒരു പരുന്ത് തൻ്റെ കുട്ടികളെ, അല്ലെങ്കിൽ ഒരു കോഴി അടയിരിക്കുന്ന പോലെ, കുട്ടി മുട്ട വെച്ചിട്ട്, അതുപോലെ ഈ ജീവനെ കാത്തു രക്ഷിച്ച് വിരിയാൻ തയ്യാറാക്കുന്നതാണ്. ജ്ഞാനഗുരു മഹാവാക്യോപദേഷ്ടാവാണ്. നേരിട്ട് സത്യത്തിനെ നീ അതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് അവിടെ ഗുരുവിൻ്റെ ജോലി. അവിടെ നേരിട്ട് അങ്ങോട്ട്, ഇപ്പൊ ഭഗവാനൊക്കെ അധികവും ആ സ്റ്റാൻഡേർഡാണ്. പക്ഷെ ആ സന്നിധിയിൽ എല്ലാത്തിനുമുള്ള ഇടമുണ്ട്. ആചാര്യന്മാരെന്ന് പറയുമ്പോൾ ആചിനോതിഹി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യപി സ്വയമാചരതേ ചൈവ തസ്മാത് ആചാര്യ ഉച്യത്തെ. ശാസ്ത്രങ്ങളെ സംരക്ഷിക്കണം, വഴി കാണിക്കണം, എല്ലാം വേണം. അവിടെ ഉപാസന ഉണ്ടാവാം, ജ്ഞാനം, എല്ലാ വഴിയും ഉണ്ടാവും. 1. 2, ഈ ഗുരുവിനും ശിഷ്യനും അഗെയിൻ ഒരു അൺസീൻ കോർഡ് ഉണ്ട്, നിയതിയാണ്. അത് അല്ലെങ്കിൽ ഒരു ഗുരു വന്നാൽ മതിയല്ലോ എല്ലാവർക്കും ഉപദേശിക്കാൻ. അങ്ങനെ ഒരു പ്രക്രിയയില്ല. ആ നിയതി, ആ ഗുരുവിന് ആ ശിഷ്യനെ കരകയറ്റി വിടാനുള്ള ഒരു നിയതി ഉണ്ടെങ്കിൽ അവർക്ക് തമ്മിലുള്ള ആ ഒരു കമ്പിയില്ല കമ്പി, അത് വർക്കാവും. അത് വർക്കായാലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ഗുരുവിന് അധികവും അറിയും. അത് ഇല്ലെങ്കിൽ അവരുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല.
അവർ ശാസ്ത്രം പഠിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും നടക്കുന്നല്ലാതെ അവർ ചുമതലയൊന്നും എടുക്കില്ല. ചുമതല എടുക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ ആ ജീവന്റെ ചുമതലയെ ആ ഗുരുവിലൂടെ എടുത്ത് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഗുരുവിനത് കണ്ട് രസിക്കാം. ഗുരു പോലും അവിടെ ആളല്ല. ഉത്തമ ഗുരു ഒരിക്കലും ഞാൻ നിന്റെ ചുമതല എടുത്തിരിക്കുന്നു, നിനക്ക് വഴി കാണുക, അങ്ങനെയൊന്നുമില്ല. ആ ഗുരു വെറും ഒരു ഓടക്കുഴൽ മാതിരിയാണ്. ആ കുഴലിലൂടെ ഈശ്വരന്റെ ശക്തി ഒരു ജീവനെ ഉദ്ധരിക്കാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുവിനറിയും ആ ജീവന്റെ ഉള്ളിലും ഉത്കർഷമായ ഭക്തി ഉണ്ടാവും. അപ്പോൾ ആ ജീവനും അറിയാം. അതാണ് ആശ്ചര്യോ ഭക്ത കുശലോസ്യ ലബ്ധ. ആ ഗുരു ഒരു ആശ്ചര്യം, ആ ശിഷ്യനൊരു ആശ്ചര്യമാണ്, ഒരു കുശലനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം, അലൗകികമായ ഒരു സംരക്ഷണം അധ്യാത്മ ജീവിതത്തിൽ വേണം. ആ സംരക്ഷണമാണ് ഗുരുഗുരുവായി ഒളിര അരുണാചല എന്ന് ഭഗവാൻ പറഞ്ഞത്. ഭഗവാനും മലയിൽ വന്നിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല ആളുകളുടെ ഉപദ്രവവും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുക നമ്മൾക്ക് കുടുംബക്കാർക്കാണ് കഷ്ടം, സന്യാസി ആയിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന്. അങ്ങനെ ഭഗവാൻ ഈ രമണാശ്രമം തുടങ്ങാൻ തന്നെ കാരണം ഭഗവാൻ അറിയാം, ഒരാശ്രമം തുടങ്ങിയാലും നിറയെ പ്രോബ്ലം ഉണ്ടാവുമെന്നറിയാം. വിവേകാനന്ദ സ്വാമികളും ഈ രാമകൃഷ്ണ ആശ്രമം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തിച്ചു. കാരണം അവരൊക്കെ കണ്ടതാണല്ലോ എല്ലാം. അപ്പോൾ ആശ്രമം തുടങ്ങിയിട്ടില്ലെങ്കിൽ വ്യക്തികൾക്ക് സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ ചിലപ്പോൾ പറ്റും, പക്ഷേ പ്രചാരം നടക്കില്ല. തുടങ്ങിയാൽ പ്രചാരം നടക്കും, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ചിന്തിച്ചിട്ടാണ് ലാസ്റ്റ് അതില്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞത്. ഭഗവാന്റെ വിഷയത്തിൽ ഈ ആശ്രമം എന്നുള്ള പ്രൊട്ടക്ഷൻ ഭഗവാൻ ചെയ്തതല്ല, അരുണാചലേശ്വരനായിട്ട് ചെയ്തപ്പോൾ ഭഗവാൻ ഇരുന്നു കൊടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ മനസ്സിലാക്കി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തെരുവിൽ നിന്നാൽ എവിടുന്ന് വേണമെങ്കിൽ ആക്രമിക്കാം. കാരണം മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ്. പിന്നെ ഒരു പലഹാരം കിട്ടിയാൽ തന്നെ ആളുകൾ വിടണില്ല അല്ലേ? ഒരു പ്രസാദം എന്ന് പറഞ്ഞ മുമ്പ് ഇവിടെ ഒരു കൈ ഇവിടെ ഒരു കൈ ഒക്കെ കാണിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അലൗകികമായ വസ്തുവിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ വല്ലാത്ത പൊസസീവ്നെസ് ആണ് ആളുകൾക്ക്. ഒരു സ്വാർത്ഥത വളരെയധികം വേല ചെയ്യും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതും ഒക്കെ വളരെ ജാഗ്രതയായിട്ട് ഇരിക്കണം. സ്പിരിച്വൽ സയൻസാണത്. അപ്പോൾ അരുണാചലേശ്വരനോട് പറയാണ്, എനിക്ക് ഒരു അമ്മയും അച്ഛനും ഒക്കെ ആയി എൻ്റെ സംരക്ഷണ ശക്തിയായിട്ട് എൻ്റെ കൂടെ ഇരിക്കണം ഹേ അരുണാചല. അത് ഭഗവാന്റെ സംരക്ഷണ ശക്തിയെ നല്ലവണ്ണം ഫീൽ ചെയ്ത മഹാത്മാക്കളാണ് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയവർ. വിവേകാനന്ദ സ്വാമികൾ ചെന്നൈയിൽ പ്രഭാഷണം ചെയ്തു, അമേരിക്കയിലൊക്കെ പോയിട്ട് വന്ന ശേഷം. ആ പ്രഭാഷണത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ ഒരു നാദമൊക്കെ കേട്ടു തുടങ്ങി. കാരണം അതാണ് ബീജം. പിന്നെയാണ് ബാക്കിയൊക്കെ ആളുകൾ എണീക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ഇതിൽ ഈ ചെറിയ ചെറിയ കരതാളവും ഈ ചെറിയ ചെറിയ ഹാർമോണിയും ശ്രുതിപ്പെട്ടിയൊക്കെ മാറ്റി വയ്ക്കൂ. ഇവിടെ നിങ്ങൾക്ക് പെരുമ്പറയൊന്നുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആർ ദർ നോ കെറ്റിൽ ഡ്രംസ്? ഈ ചെറിയ ചെറിയ ഈ ഹാർമോണിയും ഊതിരിപ്പിയൊക്കെ മതി. നിങ്ങൾക്ക് വലിയ വലിയ പെരുമ്പറയും ഈ കൊമ്പും കുഴലും ഒക്കെ എവിടെ പോയി എന്ന് ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള ആ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അമ്മ ചോദിച്ചു, സ്വാമിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്, ദേ ക്യാൻ ഷൂട്ട് യു ഡൗൺ. അപ്പോൾ പറഞ്ഞു, മൈ ഡിയർ മദർ, ഐ ആം നോട്ട് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എനി ഹ്യൂമൻ ബീങ്. I am in the hand of that supreme power, where not a single Englishman is born to penetrate this heart with his bullet. So, അപ്പോൾ ആ ഒരു ധൈര്യമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണ്, ആ ഈശ്വരൻ കൊടുത്ത നിയതിയാണത്, ആ ശക്തിയാണ്. ഒന്നും നടക്കില്ല എന്നാണ്, ഒന്നും നടക്കില്ല. അപ്പോൾ ഭയപ്പെടണ്ടെന്ന്, അഭയം എന്ന് ഈശ്വരൻ്റെ വായു കൊണ്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടണ്ട. അഞ്ചലൻറേ
അരുൾ അരുണാചല എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോ കുറ്റമുറ്റ് അറുത്തനെ, എൻ്റെ കുറ്റങ്ങളൊക്കെ നീക്കി, എൻ്റെ ദോഷങ്ങളൊക്കെ നീക്കി, ഗുണമായി പണിത്ത് ആൾ, എന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ അധ്യാത്മമായി പൂർണ്ണമാക്കിയെന്നർത്ഥം. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കൊണ്ടുവന്ന് ഗുരുവായി ഒളിർ അരുണാചല. അരുണാചല എനിക്കൊരു ഗുരുവായിട്ട്, എന്നെ സംരക്ഷണ ശക്തിയായിട്ട് എൻ്റെ കൂടെ ഇരിക്കൂ, എന്നെ വിട്ടുകളയരുത്, എന്നെ പൂർണ്ണമാക്കി അനുഗ്രഹിക്കൂ ഭഗവാൻ എന്നാണ്. കുറ്റമുറ്റ് അറുത്ത്, കുറ്റത്തിൻ്റെ കുറ്റമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ എത്ര കുറ്റമുണ്ടോ അതിനനുസരിച്ച് പുറത്ത് ഓരോ രൂപം ധരിച്ച് ആ കുറ്റമൊക്കെ വരും. ഇതാണ് ശങ്കരാചാര്യർ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്ന് പറഞ്ഞത്. നമ്മളുടെ ഉള്ളിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ വാസന ആർക്കും അറിയില്ല. നമ്മളുടെ വാസനയ്ക്ക് അനുസരിച്ച് വാസന പുറത്ത് വ്യക്തികളായിട്ട് വരും, പുറത്ത് പലവിധ സംഭവങ്ങളായിട്ട് വരും, വാസന പുറത്ത് പല രൂപം ധരിച്ചു വരും. അതേപോലെ നമ്മളുടെ ഉള്ളിൽ ഉത്തമമായി ഭഗവത് പ്രാപ്തിക്കുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ശക്തി പുറത്ത് ഗുരുവായിട്ട് വരും, നല്ല നല്ല ശാസ്ത്രഗ്രന്ഥങ്ങളായിട്ട് വരും, വരും. അപ്പൊ ഇതാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി. ഈ വിശ്വമൊന്നും നമ്മളിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റി അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ. സോ വാട്ട് യു ആർ ക്യാരിയിങ് ഇൻസൈഡ്, യു ഹിയർ ദ റെസൊണൻസ് ഔട്ട്സൈഡ്. അത് നമ്മൾ എത്ര ആഴത്തിൽ പോകുന്നുവോ അത്ര ഈ പ്രിൻസിപ്പിൾ നമ്മൾ കാണും, ഹൗ പെർഫെക്റ്റ്ലി ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇതാണ് കുറ്റം. നമ്മളുടെ ഉള്ളിലുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ ആ അഖണ്ഡതയെ ബ്രേക്ക് ചെയ്യുന്ന അപശ്രുതിയാണ് കുറ്റം. പൂർണ്ണത്വത്തിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന അപശ്രുതിയാണ് കുറ്റം. ആ കുറ്റമൊക്കെ നീക്കി, അഭിമാനത്തിന് ഉള്ളിൽ നിന്ന് നീക്കി, എനിക്ക് അനുഗ്രഹം ചെയ്യൂ ഭഗവാനെ, എനിക്ക് പരമപ്രശാന്തി തരൂ, എനിക്ക് ഗുരുവായി പ്രകാശിക്കൂ ഹേ അരുണാചല. ഇതൊക്കെ ഗുരുവായിട്ട് പ്രകാശിക്കുമെന്ന് വെച്ചാൽ മല അവിടെ പോയാൽ മല കാണാം. ചിലർക്ക് ചോദിക്കും ഇത് എന്താ എല്ലാ മലയും പോലെയല്ലേ എന്ന്, അങ്ങനെ തോന്നും. ചിലർക്ക് തോന്നും ഈ മലയിൽ പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആഗ്രഹം, അപ്പോൾ അവിടെ ഗുരുവായിട്ടല്ല അരുണാചലം പ്രകാശിക്കുന്നത്, എൻ്റെ കാമനകളൊക്കെ പൂർത്തിയാക്കാൻ. അങ്ങനെയാണ് ഇത്രയും തിരക്ക്. നിങ്ങളിപ്പോൾ മലഗിരി പ്രദക്ഷിണം ചെയ്യാൻ പോയ ചില സ്ഥലങ്ങളൊക്കെ കല്ലടുക്കി വെച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ ആന്ധ്രാപ്രദേശത്ത് വരുന്ന ആരോ പറഞ്ഞിട്ടുണ്ട് എത്ര കല്ല് വെക്കണോ അതിനനുസരിച്ച് വീട് കെട്ടാമെന്നാണ്. അപ്പം അതിന് ഒരു വഴിയാണ് കല്ലടുക്കി വയ്ക്കുക. എന്തൊക്കെയോ നടക്കും നല്ല തമാശയായിട്ട്. അപ്പോൾ മനുഷ്യന് കാമനയുണ്ട്, ഉള്ളിൽ ആഗ്രഹമുണ്ട്. നമ്മളുടെ ആഗ്രഹത്തിൻ്റെ ഭക്തന്മാരാണ്. ഭഗവാന്റെ ഭക്തി ഉണ്ടെങ്കിലും ഫസ്റ്റ് ആഗ്രഹത്തിൻ്റെ കാമകാമി എന്നാണ്, കാമനയുടെ ഭക്തന്മാരാണ്. അപ്പം അത് ഉള്ളിൽ നിന്ന് നീക്കിയാൽ ഗുണമായി പണിത്ത് ആൾ. ഗുണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് സ്പിരിച്വൽ എലിവേഷൻ, ആ ഈശ്വരൻ്റെ അടുത്തുള്ള പിടിപ്പുള്ളിൽ ഭാവഭക്തി, അതെനിക്ക് തരൂ, എനിക്ക് ഗുരുവായിട്ട് എനിക്ക് പ്രകാശിക്കൂ, എനിക്ക് വേണ്ട സ്ഥലത്ത് ഉപദേശിക്കൂ. പിന്നീടൊക്കെ പറയുന്നുണ്ട് നോക്കിയേ എന്ന് വെച്ചാൽ എൻ്റെ മേലെ ഇപ്പോഴും ഒരു കണ്ണു വേണം, പക്വമാക്കി, എനിക്ക് കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എന്നെ പക്വമാക്കണം, ഞാൻ വഴിതെറ്റിപ്പോയാൽ 2 അടി തരണം, താക്കി നോക്കിയേ കരുതി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് മെയ് താക്കി, അടിക്കേണ്ടടുത്ത് അടിച്ച് പക്വം ആക്കി, എന്നെ പക്വമാക്കി. ഈ അടിയെ പേടിച്ചാൽ ശരിയാവില്ല. അതാണ് ചിലർ അടിയെ പേടിച്ചിട്ട് നിന്നു കൊടുക്കാതെ ഇരിക്കും. ഈ
ഗോരാ കുംബറുടെ ഒരു അഭംഗം എന്ന് പറഞ്ഞവർ പാടും. അയാൾ പാന ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം അയാൾ പറയും, ഇങ്ങനെ ചട്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവിടെ തട്ടിയൊക്കെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചട്ടി ഫോം ശരിയാവില്ല. അപ്പോൾ അതുപോലെ ഈശ്വരൻ്റെ ഈ അടിയെ ഭയപ്പെട്ട പിന്നെ അവസാനം തീയിൽ വെച്ച് ചുട്ടെടുക്കണം. അപ്പം അതിനൊക്കെ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ശരി പൂർണ്ണമാവില്ല. അപ്പോൾ നോക്കിയേ കരുതി മെയ് താക്കിയേ പക്വം ആക്കി, എന്നെ പക്വമാക്കി ആണ്ട് എന്ന് വെച്ചാൽ എൻ്റെ തല ഉയർത്താൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തിയിട്ട്, അതാണ് ആൾക്കൊള്ളൽ. ഞാൻ അപ്പോൾ അഭിമാനം അങ്ങോട്ട് പൊങ്ങുമ്പോൾ അങ്ങനെ പൊങ്ങാൻ സമ്മതിക്കാതെ അടക്കി വെച്ച് ആണ്ട് അരുൾ, എനിക്ക് ഗ്രേസ്, അങ്ങയുടെ കൃപ, ആ അനുഗ്രഹം എനിക്ക് തരണം. ആണ്ട് അരുൾ അരുണാചല എന്ന് പറഞ്ഞു. ഇതാണ് ഗുണമായി പണിത്ത് ആൾ കുറ്റം മുറ്റ് അറുത്ത് എനൈ ഗുണമായി പണിത്ത് ആൾ ഗുരു ഉരുവായി ഒളിർ അരുണാചല. എനിക്ക് ഗുരുവിൻ്റെ രൂപത്തിൽ, ആ കാണുന്ന രൂപം എനിക്ക് ഗുരുവായിട്ട് തോന്നണം. കാണുന്ന രൂപം എനിക്ക് ആശ്രയമായിട്ട് തോന്നണം. ഈ ആശ്രയം എന്നുള്ളത് ഒരു വലിയ സ്പിരിച്വൽ സീക്രട്ടാണ്. ഇപ്പോൾ ഭാഗവതത്തിലൊക്കെ ഈ 12 ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് അവസാനത്തെ ലക്ഷണം, 10 ലക്ഷണങ്ങൾ പറഞ്ഞ അവസാനത്തെ ലക്ഷണം ആശ്രയമാണ്. എന്നുവെച്ചാൽ മുക്തി എന്നുള്ളത് ജ്ഞാനമാണ്. ജ്ഞാനത്തിന് ശേഷം ലോകത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജീവിക്കുമ്പോൾ ഒരു പിടിപ്പ് വേണമല്ലോ. ആ പിടിപ്പാണ് ആശ്രയം. ആ ആശ്രയം നമ്മൾ അറിഞ്ഞ ജ്ഞാനത്തിനെ ആശ്രയിക്കുന്നു, അല്ല നമ്മൾ ലൗകികത്തിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ലൗകികത്തിനെ ആശ്രയിക്കണില്ല, നമ്മൾ അറിഞ്ഞ ജ്ഞാനത്തിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അഥവാ ഭഗവാനെ ആശ്രയിക്കണു. ആ ഭഗവതാശ്രയമാണ് അനുഗ്രഹം. അതാണ് ഏറ്റവും വലിയ കൃപ. ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റില്ല. വിഷമം വരുമ്പോഴെങ്കിലും ആശ്രയിക്കും, അല്ലാത്ത സമയത്ത് മറന്നുപോയി കളയും. അതാണ് വിഷമം വരുമ്പോൾ ആശ്രയിക്കും. കുട്ടികളൊക്കെ ഈ തിരക്കിൽ വരുമ്പോൾ ഇനിയിപ്പോൾ കളിച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മയുണ്ടോ നോക്കിയിട്ട് പോകും. ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനം പിന്നെയും പോയി കളയും കൂട്ടുകാരുടെ കൂടെ. അപ്പം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സ്വാമി ഉണ്ടോ എന്ന് നോക്കും. ഉണ്ട്, ശരി, ഭഗവാൻ ഉണ്ട്, ശരി, ശരി. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ തെരുവിലേക്ക് ഇറങ്ങും. അപ്പോൾ അതാണ് സാധാരണ മനുഷ്യരുടെ ആശ്രയം. പാർഷ്യൽ സറണ്ടറാണ്, എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി. പക്ഷെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു അതുപോലെ നല്ലതാണെന്നാണ്. സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയ. കുറച്ചെങ്കിലുമൊക്കെ ഇത് ജെനുവിനായിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലതാണ്. അപ്പോഴപ്പോ ഭഗവാനെ ആശ്രയിക്കണത് തന്നെ നല്ലതാണ്. അങ്ങനെയെങ്കിലുമൊക്കെ ഈ ആശ്രയത്തിൻ്റെ ഒരു രുചി, ഒരു അറിവ് ഉള്ളിൽ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുണം, അതാണ് ഗുണം. ഗുണം എന്താണെന്ന് വെച്ചാൽ ഭാഗവതത്തിൽ പറയണു. ഗുണം എന്താണെന്ന് ചോദിക്കുന്നു ഉദ്ധവർ. ഗുണം എന്താണെന്ന് വെച്ചാൽ സകല ദ്വൈത പ്രതിപത്തികളിൽ നിന്നും അകന്നു പോകുന്നത് ഗുണമെന്നാണ്. ഈ ഗുണദോഷാദികളെയും കടന്നു പോകുന്നതാണ് ഗുണം. ജ്ഞാനമാണ് ഗുണം, സാക്ഷാത്കാരമാണ് ഗുണം. ഉയർന്ന ഇതിൽ പിന്നെ സാധാരണ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്കതിന് ഓരോരോ വില കൊടുത്തുകൊണ്ട് വരാം. ഉള്ള ലൗകികത്തിന് നടുവിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗുണം. അങ്ങനെ എന്നെ പതുക്കെ ഒന്ന് ഉരുപ്പടിയാക്കിക്കൊണ്ട് വരിക ഭഗവാനെ എന്ന് പറയാം നമുക്ക്. എൻ്റെ കുറ്റമൊക്കെ മാറ്റി ഭഗവാനെ എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഞാനിതാ അങ്ങയുടെ കയ്യിൽ തന്നിരിക്കണം. ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കി ഇതിനകത്ത് നാരായണ ഗുരുവിൻ്റെ ഒരു മലയാളത്തിലൊരു പാട്ടുണ്ട്. ചില വരികളൊക്കെ മനോഹരമാണ്. അതിൽ അടിതട്ടി അകത്ത് നിറഞ്ഞിരി നീ എന്നാണ്. എൻ്റെ ഉള്ളിൽ അടിതട്ടി
തട്ടി അകത്ത് നിറഞ്ഞിരി നീ. എൻ്റെ ഉള്ളിൽ അടിയിൽ തട്ടി, ഹൃദയത്തിൽ തട്ടി, അടി തട്ടി അകത്ത് നിറഞ്ഞിരി നീ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ തട്ടി എന്ന് വെച്ചാൽ ആ അനുഭവത്തിൽ വന്ന് എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരി. കലന്ത് എന്നോട് ഇരുപ്പായ അരുണാചല ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെ കലർന്നിരിക്കലാണ് അടിതട്ടി അകത്ത് നിറഞ്ഞിരി നീ. നല്ല മനോഹരമായ പാട്ടത്. എങ്ങനെയാണ് തുടങ്ങണം എനിക്കറിയോ? ആരംഭം എന്താ? ശിവശർവ ശരണ്യ മഹേശ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടും അരും പൊരുളെ. പൊരുളെന്നും ഉടമ്പൊടു മക്കളുയിർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം. കരളിന്നു കളഞ്ഞു കരും കടലിൽ കുടികൊണ്ടു കുടിക്കും അരും കുടിനി. അങ്ങനെ വരും. പിന്നെ അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ. മനോഹര ഭാഷയാണ്. പരമേശ്വരനെ തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടി എന്നാണ് പറയുന്നത്. അങ്ങനെ മുക്തിയുടെ രസം അങ്ങനെ പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ. അരുണാചലത്തിനെ കുറിച്ചും നാരായണ ഗുരുസ്വാമി ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെയെന്നും അഗ്നിശൈലമേ. അഗ്നിശൈലം എടുത്തു നീ വിഴുങ്ങിയെന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാനമോ നമ. എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. എൻ്റെ ഉള്ളിൽ നർത്തനം ഭഗവാൻ പറയുന്ന അതേ വാക്കാണ്, കോപ്പി അടിച്ച പോലെയാണ്. ഭഗവാൻ പറഞ്ഞല്ലോ, നടിക്കുക നടിത്തിടുവയാലുൻ പേർതാം അരുണാചല നടി. അത് എന്തോ അരുണാചലേശ്വരരെ എഴുതാൻ വെച്ചതാണെന്ന് തോന്നുന്നു. അതാണ് രണ്ടുപേരും ഒരേപോലെ എഴുതി. ഭഗവാൻ ഈ പാട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഭഗവാന് മുമ്പ് അദ്ദേഹം എഴുതിയതാണത്. അപ്പം അദ്ദേഹം മഹർഷിയുടെ പാട്ടും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിൽ നർത്തനം ചെയ്യുന്ന പരമേശ്വരനെ സ്തുതിക്കുന്നതാണ്. കവി സന്തതി സന്തതവും തൊഴും. കവി സന്തതി എന്ന് വെച്ചാൽ ഋഷികൾ, മുനികൾ. അവർ എപ്പോഴും തൊഴും എന്നാണ്. അപ്പോൾ ആ നാമസങ്കീർത്തനം പോലെ നല്ല രസമാണ്. ശിവശങ്കര ശർവ ശരണ്യ വിഭോ ഭവസങ്കട നാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴും എൻ ഭവനാടകമാടും അരും പൊരുളെ. ഋഷികവിയാണ്. കവി ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന്. ലൗകികമായ ഭാഷ. അപ്പോൾ അങ്ങനെ ഈശ്വരനോടുള്ള പ്രാർത്ഥനയാണ് ഈ പാട്ടിൽ. നമ്മളും ഈ പ്രാർത്ഥന ഉള്ളിൽ വയ്ക്കുക. ഭഗവാന്റെ അടുത്ത് കൃപൈ കൂർന്ന് അരുൾവായ് അരുണാചല. ഈ ഒരു പ്രാർത്ഥന ഉണ്ടായാൽ മതി നമുക്ക്. എനിക്ക് കൃപ എന്നിൽ ഏകാഗ്രപ്പെടുത്തി എനിക്ക് അനുഗ്രഹം ചെയ്യൂ. എൻ്റെ അധ്യാത്മയാത്രയിൽ എനിക്ക് കൂടെ നിൽക്കൂ, എന്നെ വിട്ടുകളയരുത് എന്നൊക്കെ ഭഗവാന്റെ അടുത്ത് നമ്മൾ ഈ പറയൽ എന്ന് വെച്ചാൽ പറയൽ മാത്രമല്ല, വാസ്തവത്തിൽ ആ ഫീൽ ചെയ്ത് നമ്മൾ പറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലുള്ള ആ പ്രാർത്ഥന വരുമ്പോൾ നമ്മളെ പിടിച്ചു കൊടുക്കുന്നത് നമ്മളുടെ തന്നെ അന്തർയാമിയുടെ കയ്യിലാണ്. അല്ലാതെ ഇത് വെളിയിൽ എവിടുന്നെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പല്ല. ആ ആഗ്രഹം തന്നെയാണ് അനുഗ്രഹം. ആ ഒരു പ്രാർത്ഥന തന്നെയാണ് അനുഗ്രഹം. ശങ്കരാചാര്യയുടെ തന്നെ ഭാഷ്യത്തിലെടുത്ത് പറയേണ്ട ആത്മദർശന പ്രാർത്ഥന. ആ ആത്മദർശന പ്രാർത്ഥനയാണ് ആത്മദർശനത്തിന് കാരണമെന്നാണ്. അപ്പം അത് ആ പ്രാർത്ഥന തന്നെ ആത്മാവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിന് ഈശ്വരനോട് ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വർഷം നമുക്ക് ഈ ഒരു ദിവസം ഏക സത്സംഗമാണെങ്കിലും ഓരോ സത്സംഗവും അത് പൂർണ്ണമാകും.
നമ്മൾ തുടർന്ന് നാളെ രാവിലെ 10 മണിക്ക് കോട്ടയം സ്വാമിയാർ മഠത്തിൽ രാവിലെ 10 മണിക്ക് പ്രഭാഷണം. അപ്പോൾ രാവിലെ അവിടെ വെച്ച് കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല அருணாச்சலமென அகமே நினைப்பவர் அகத்தை வீரருப்பாய் அழகு சுந்தரம் போலகமும் நீயுமுற்ற பின்னமாயிருப்போம் அருணாச்சலா. அகம் புகுந்தீர்த்தும் அககுகை சிறையாய் அமர்வித்ததென் கொள் அருணாச்சலா. ஆறு காவினையாண்டனையற்றிடில் அகிலம் பழித்திடும் அருணாச்சலா. இப்பழித புனை ஏந்தினை பித்தாய் இனி யார் விடுவார் அருணாச்சலா. ஈன்றிடும் அன்னையிற் பெரிதருள் புரிவோய் இதுவோ உனதருள் அருணாச்சலா. உனையே மாற்றி ஓடாதுள்ளத்தின் மேல் உறுதியாயிருப்பாய். ஊர் சுற்றுளம் விடாதுனை கண்டடங்கிட உன்னழகை காட்டருணாச்சலா. என்னை அழித்திப்போதென்னை கலவாவிடில் இதுவோ ஆண்மை அருணாச்சலா. ஏன் இந்த உறக்கம் என்னை பிறவிழுக்க இது உனக்கழகோ அருணாச்சலா. அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா. அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா. என்ன படலாம். ஓம் தத் சதாக்கியம் புருஷம் குஹேஷம் பக்தார்த்திநாசாய ஷரீரவந்தம் மோதஸ்வரூபம் மதுரஸ்வபாவம் த்வாம் ஆத்மநாதம் ரமணம் ഭജാമി. ഇന്നത്തെ സത്സംഗം കണ്ണുകൂടി തുറന്നപ്പോഴേക്കും ചെറിയ ഒരു എഫക്ട് തുടക്കം പറയാനും തുടക്കം നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ തീരാറായി ഒരാഴ്ച. പറഞ്ഞുള്ളത് തന്നെ പറയുന്നത് ഒരാഴ്ച ഓടിപ്പോയി സത്രം അറിയില്ല. നാളെ മുതൽ അവിടെ കാര്യമായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു നേരം കഴിച്ചിട്ടുള്ള വ്യത്യാസം. ഇത് വന്നിട്ട് ഗുരുദക്ഷിണ സമർപ്പണം, അത് കഴിഞ്ഞാൽ പ്രസാദ വിതരണം ഉണ്ടാവും. ചിലപ്പോൾ ഇന്നൊരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, ഒരു ദിവസം പറയില്ല, ഒരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം നമ്മൾ കൂടുതൽ നോക്കാം. നിങ്ങളെല്ലാം കൂടി മോർണിംഗ് ആൻഡ് ഈവനിംഗ് ഗോ ബാക്ക് ടു ദ ഓൾഡ് സിസ്റ്റം. നമസ്കാരം.